Good morning. Start here. So, നമ്മുടെ last day income from house property ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിന്റെ ഡിഫറെന്റ് 23 വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് നമ്മൾ ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി വരെയുള്ള സെക്ഷൻസ് ഡിസ്കസ് ചെയ്തു. അതിന്റെ പ്രൊവിഷൻസ് പ്ലസ് അതിന്റെ പ്രോബ്ലം. നെക്സ്റ്റ് വൺ. Next one. Section 23, subsection 5. House property held as stock in trade. House property held as stock in trade. House property held as stock in trade. So, ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹൗസ് പ്രോപ്പർട്ടി ഹെൽഡ് ആസ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. എന്താണ് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹൗസ് പ്രോപ്പർട്ടി ഹെൽഡ് ആസ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. എന്താണ് സ്റ്റോക്ക് ഇൻ ട്രേഡ്? എന്താണ് സ്റ്റോക്ക് ഇൻ ട്രേഡ് മീനിങ് എന്താണ്? ആരെങ്കിലും സ്റ്റോക്ക് ഇൻ ട്രേഡ്, സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്താണ് സ്റ്റോക്ക് ഇൻ ട്രേഡ് മീനിങ്? പറയാമോ? stock in trade. So stock in trade meaning എന്താണ്? സെയിൽ ചെയ്യാൻ വേണ്ടി. ദാറ്റ് മീൻസ് നമ്മുടെ ഒരു ബിസിനസ്സിലെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ നമ്മൾ എന്താണ് സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ ഒരു കറണ്ട് അസറ്റ് എന്നൊക്കെ നമ്മൾ പറയും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റോക്ക് ഇൻ ട്രേഡ്. സോ ദാറ്റ് മീൻസ് ഹൗസ് പ്രോപ്പർട്ടി. സോ എന്റെ ഓണർഷിപ്പിലുള്ള ഹൗസ് പ്രോപ്പർട്ടി, ദാറ്റ് മീൻസ് എന്താണ്? സോ ഹൗസ് പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യുക എന്നിട്ട് അതിനുശേഷം വിൽക്കുക എന്നുള്ളതാണ് എന്റെ ബിസിനസ്. സോ അങ്ങനെ ഒരു ഹൗസ് പ്രോപ്പർട്ടി എന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ്. ദാറ്റ് മീൻസ് എന്റെ ബിസിനസിന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ് ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, സോ ദാറ്റ് മീൻസ് പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷനിൽ വരുന്ന സെക്ഷൻ 22 പ്രകാരം പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷനിൽ വരുന്ന കുറെ ഹൗസ് പ്രോപ്പർട്ടീസ് എന്താണ്? എന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സ്റ്റോക്ക് ഇൻ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ സെക്ഷൻ 22 അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ ചാർജ് ചെയ്യോ ഇല്ലയോ? House property held as stock in trade. Held as stock in trade. So a stock in trade, a house property വിറ്റാൽ എന്ത് സംഭവിക്കും? വിറ്റാൽ ഹൗസ് പ്രോപ്പർട്ടി വിറ്റാൽ ഉണ്ടാകുന്ന ഇൻകം എവിടെയാണ് അട്രാക്ട് ചെയ്യുന്നത്? PGBP അല്ലെ? സോ എന്റെ ബിസിനസിന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്. ഓക്കെ, സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ രണ്ട് സിനാരിയോ പറയാം. സോ എന്റെ ബിസിനസിന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്. ബട്ട് എന്താണ്, കുറെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ഉണ്ട്. എനിക്ക് എന്താണ് ഞാൻ പറയുന്ന എമൗണ്ടിൽ അത് സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ പ്രീവിയസ് ഇയറിൽ അതെന്ത് ചെയ്തു? സെയിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ലെറ്റ് ഔട്ട് ചെയ്തു. ലെറ്റ് ഔട്ട് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ലെറ്റ് ഔട്ട് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. നമ്മുടെ പ്രീവിയസ് ഇയർ 22-23 ലെറ്റ് ഔട്ട് ചെയ്താൽ നമ്മുടെ സെക്ഷൻ 22 അട്രാക്ട് ചെയ്യുവോ ഇല്ലയോ? അല്ലെങ്കിൽ അത് PGBPയിലാണോ പോകുന്നത്? സോ ലെറ്റ് ഔട്ട് ചെയ്യാൻ മീൻസ് എന്താണ്? എന്റെ ഓണർഷിപ്പിലുള്ള സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് വരുന്ന ഒരു ഹൗസ് പ്രോപ്പർട്ടി ഞാൻ എന്ത് ചെയ്തു? റെന്റിന് കൊടുത്തു. അങ്ങനെ കൊടുത്താൽ ആ കിട്ടുന്ന റെന്റൽ ഇൻകം സെക്ഷൻ 22 അട്രാക്ട് ചെയ്യോ അല്ലെങ്കിൽ PGBPയിൽ അട്രാക്ട് ചെയ്യോ? സ്റ്റോക്ക് ഇൻ ട്രേഡ് വിൽക്കുന്ന കേസ് അല്ല പറയുന്നത്. സ്റ്റോക്ക് ഇൻ ട്രേഡ് വിറ്റാൽ ഒബ്വിയസ്ലി എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസോ ബിസിനസ് ഓർ പ്രൊഫഷൻ ആണ്. സോ എന്റെ കയ്യിലുള്ള ഒരു ഹൗസ് പ്രോപ്പർട്ടി, എന്റെ ഓണർഷിപ്പിലുള്ള ഒരു ഹൗസ് പ്രോപ്പർട്ടി
stock in trade ആണ് അതിന്റെ സ്റ്റാറ്റസ്. But during the previous year, so 22-23 previous year ഞാൻ എന്താണ് ലെറ്റ് ഔട്ട് ചെയ്തു. അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? എനിക്ക് റെന്റൽ ഇൻകം ഉണ്ടായെങ്കിൽ ആ ഇൻകം എവിടെ ചാർജ് ചെയ്യുന്നതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഹൗസ് പ്രോപ്പർട്ടി. ബിക്കോസ് ഉണ്ടോ നമ്മുടെ സെക്ഷൻ 22 എന്താണ് പറയുന്നത്? ആനുവൽ വാല്യൂ അല്ലെ, ഇൻകം ഫ്രം എനി പ്രോപ്പർട്ടി. സോ ആ പ്രോപ്പർട്ടി ഇന്നതായിരിക്കണം അല്ലെങ്കിൽ ഇന്നതായിക്കൂടാ എന്ന് പറയുന്നില്ല. സോ റെന്റൽ ഇൻകം, സോ എന്റെ ഓണർഷിപ്പിലുള്ള ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന്, ദാറ്റ് മീൻസ് എനി ബിൽഡിംഗ് ഓർ ലാൻഡ് അപ്പർ ടു ആൻഡ് ദെയർ ടു, അതിൽ നിന്ന് എനിക്ക് പ്രീവിയസ് ഇയറിൽ റെന്റൽ ഇൻകം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ അട്രാക്ട് സെക്ഷൻ 22 പ്രകാരം. നമ്മൾ എന്താണോ അതിന്റെ സെക്ഷൻ 22 പ്രകാരം അത് എങ്ങനെ വരുന്നോ, ത്രൂ ഔട്ട് ആണോ അല്ലെങ്കിൽ പാർട്ടാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എന്ത് കണ്ടുപിടിക്കും? ആൻസറിലേക്ക് വരും. ഓക്കെ, സോ റെന്റൽ ഇൻകം will be chargeable under section 22. Then no, so let out the period എപ്പോഴെങ്കിലും let out during the previous year, എപ്പോഴെങ്കിലും let out ചെയ്തിട്ടുണ്ടെങ്കിൽ, not let out. Then next one, not let out. Whole or not let out for whole or any part of the year. Any part of the property during the previous year. So previous year le full ആയിട്ട് പാർട്ടായിട്ട് എന്താണ് ഈ പറയുന്ന സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്തിട്ടില്ല. ലെറ്റ് ഔട്ട് ചെയ്തിട്ടില്ല. ലെറ്റ് ഔട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സിനാരിയോ? ലെറ്റ് ഔട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ആനുവൽ വാല്യൂ എത്ര വരും? ആനുവൽ വാല്യൂ വിൽ ബി നിൽ. സോ ദാറ്റ് മീൻസ് എന്താണ്? സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്, എന്താണ് അതൊരു സെൽഫ് ഓക്യുപ്പൈഡ് അല്ലെങ്കിൽ അൺഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി പോലെ കിടക്കും. ആനുവൽ വാല്യൂ വിൽ ബി ട്രീറ്റഡ് ആസ് നിൽ. ആനുവൽ വാല്യൂ വിൽ ബി ട്രീറ്റഡ് ആസ് നിൽ. ഓക്കെ ആണോ? ദെൻ സോ ഇനിയാണ് നമ്മുടെ ഒരു ലാസ്റ്റ് ഇയറിന് മുമ്പ് ഒരു അമെൻമെന്റ് വന്നത്. ദെൻ എനിക്ക് കുറെ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, എന്റെ ഓണർഷിപ്പിൽ കുറെ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. സോ അത് എന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്, സോ എന്റെ ബിസിനസ്സിന്റെയാണ്. സോ വർഷങ്ങളായിട്ട് അത് വിറ്റ് പോകുന്നില്ല. സോ വർഷങ്ങളായിട്ട് അത് വിറ്റ് പോകുന്നില്ല. സോ ദാറ്റ് മീൻസ് എന്താണ്? അൺഓക്യുപ്പൈഡ് അല്ലെങ്കിൽ സെൽഫ് ഓക്യുപ്പൈഡ് പോലെയാണ് അതിന്റെ സ്റ്റാറ്റസ് വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയതുകൊണ്ട് അത് ഞാൻ ഉദ്ദേശിച്ച വിലക്ക് വിറ്റ് പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇൻഡെഫിനിറ്റ് ആയിട്ട് എല്ലാ വർഷവും ആനുവൽ വാല്യൂ നില്ലായിട്ട് എടുക്കാൻ പറ്റുമോ? സോ ഒരുപാട് എത്ര വർഷം, 5 വർഷം 10 വർഷം അങ്ങനെ പ്രോപ്പർട്ടി ആയിട്ട് കിടക്കുന്നു, അത് സെയിൽ ആകുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ ഓണർഷിപ്പിലുള്ള ഈ പറയുന്ന പ്രോപ്പർട്ടി എല്ലാ വർഷവും നില്ലായിട്ട് എടുക്കാൻ പറ്റുമോ? സോ അതാണ് വെരി ഇമ്പോർട്ടന്റ് നോട്ട്. നോക്കാം. This benefit that means എന്താണ്? പ്രീവിയസ് ഇയറിൽ ലെറ്റ് ഔട്ട് അല്ലെങ്കിൽ ആനുവൽ വാല്യൂ നില്ലായിട്ട് എടുക്കാൻ പറ്റുന്ന ബെനിഫിറ്റ്. This benefit would be available. This benefit would be available for the period up to 2 years. Up to 2 years from the end of എന്ന് വരെയാണ് നമുക്ക് ഇങ്ങനെ നില്ലായിട്ട് എടുക്കാവുന്നത്. ഫ്രം ദ എൻഡ് ഓഫ് financial year in which certificate of completion or
construction, completion of construction, certificate of completion of construction of the property obtained from authority, competent authority. So അത് competent authorityയുടെ കയ്യിൽ നിന്ന് ഏത് പ്രീവിയസ് ഇയറിലാണോ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡ് മുതൽ 2 വർഷത്തേക്ക് എന്തായിട്ട് എടുക്കാം, നമുക്ക് ആനുവൽ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി നില്ലായിട്ട് എടുക്കാം. ക്ലിയർ ആണോ? സോ 2 വർഷം കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന നില്ലായിട്ട് എടുക്കാൻ പറ്റില്ല. സോ എന്റെ സ്റ്റാറ്റസ് മാറും, ഡീം ടു ബി ലെറ്റ് ഔട്ട് പോലെ ആകും. ക്ലിയർ ആണോ? സോ സ്റ്റോക്ക് ഇൻ ട്രേഡ് കണ്ടുകൊണ്ട എല്ലാം PGBP ആണ് വിചാരിക്കരുത്. സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടുള്ള ഒരു ഹൗസ് പ്രോപ്പർട്ടി പ്രീവിയസ് ഇയറിൽ ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടോ, ദാറ്റ് റെന്റൽ ഇൻകം വിൽ ബി ചാർജ്. ഓക്കെ, ദെൻ ലെറ്റ് ഔട്ട് ചെയ്തില്ല എങ്കിൽ ആനുവൽ വാല്യൂ നില്ലായിട്ട് എടുക്കാം. പക്ഷേ അത് ഇൻഡെഫിനിറ്റ് ആയിട്ട്, സോ ഞാൻ ഇങ്ങനെ ബിൽഡിംഗ് കെട്ടിയിട്ടിരിക്കുകയാണ്, എന്റെ ഓണർഷിപ്പിലുള്ളതാണ്, വർഷങ്ങളായിട്ട് അത് സെയിൽ ആകുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താൻ പറ്റില്ല. 2 വർഷം കഴിഞ്ഞാൽ എന്തായിട്ട് എടുക്കാൻ പറ്റില്ല, ആനുവൽ വാല്യൂ നില്ലായിട്ട് എടുക്കാൻ പറ്റില്ല. സോ ഓണർഷിപ്പിലുള്ള 2ൽ കൂടുതൽ പ്രോപ്പർട്ടി എന്ന രീതിയിൽ വന്നിട്ട് എന്താണ് ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി സ്റ്റാറ്റസിലോട്ട് പോകും. ക്ലിയർ അല്ലേ പ്രൊവിഷൻ? നെക്സ്റ്റ് വൺ, സെക്ഷൻ 25A. സെക്ഷൻ 25A. നെക്സ്റ്റ് വൺ, സെക്ഷൻ 25A. Recovery of unrealized rent. Recovery of unrealized rent and arrears of rent. So recovery of unrealized rent. So നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് unrealized rent രണ്ട് ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അൺറിയലൈസ്ഡ് റെന്റ് എന്താണ്, റൂൾ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എന്താണ് ആക്ച്വൽ റെന്റ് കണ്ടുപിടിക്കുമ്പോൾ ചെയ്യാം, അല്ലെങ്കിൽ ഇൻകം ടാക്സ് പർപ്പസിൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അൺറിയലൈസ്ഡ് റെന്റ് എന്ത് ചെയ്യാം, ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് ഡിഡക്ട് ചെയ്യാം. സോ ഇതിൽ ഏതാണോ ബെനിഫിറ്റ് അതായിരിക്കും അസസി ഓപ്റ്റ് ചെയ്യുന്നത്. നമ്മൾ 2 3 പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 1-2 സെയിം ഇതാണ് വരുന്നത്. ദെൻ ഒരെണ്ണത്തിൽ എന്താണ് അസസിക്ക് ഇൻകം ടാക്സ് പർപ്പസിൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ ഡിഡക്ട് ചെയ്യുന്നതായിരുന്നു ബെറ്റർ, അസസിക്ക് ഫേവറബിൾ ആകുന്നത്. സോ കേസിൽ ആ ഒരു ഓപ്ഷൻ ആയിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്. ദെൻ സോ ഇങ്ങനെ ഓൾറെഡി നമ്മൾ ഡിഡക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അൺറിയലൈസ്ഡ് റെന്റ് എന്താണ് തിരിച്ച് കിട്ടുകയാണ്, പിന്നീട് എപ്പോഴെങ്കിലും ആ ടെനന്റ് തരികയാണ്. അല്ലെങ്കിൽ എന്താണ് അരിയേഴ്സ് ഓഫ് റെന്റ്. സോ ഓൾറെഡി ഡിസ്പ്യൂട്ടിലുള്ളത് ഇപ്പോഴെന്താ നമ്മുടെ പ്രീവിയസ് ഇയറിൽ കുറെ ഒരു വലിയ എമൗണ്ട് ആയിട്ട് അരിയർ, സോ ഇത്ര കിട്ടാനുണ്ടോ എന്ന് പറഞ്ഞ് കിട്ടുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, അതിന് ടാക്സ് ഉണ്ടോ, അല്ലെങ്കിൽ സെക്ഷൻ 22 ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹെഡിലാണോ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ അൺറിയലൈസ്ഡ് റെന്റ്. റിക്കവറി ഓഫ് അൺറിയലൈസ്ഡ് റെന്റ്. സോ ഓൾറെഡി നമ്മൾ ഡിഡക്ട് ചെയ്തിരിക്കുന്ന അൺറിയലൈസ്ഡ് റെന്റ് കിട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടിൽ ഉണ്ടായിരുന്നത് എന്താണ് ആ ഒരു ഓണർക്ക് അനുകൂലമായിട്ട് വന്നു. സോ എന്ത് കിട്ടി, അരിയർ കിട്ടി. Then taxable in the year of receipt or realization. So ഏത് ഇയറിലാണോ, ഏത് പ്രീവിയസ് ഇയറിലാണോ റിസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിയലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിക്കവറി കിട്ടുന്നത് ആ പ്രീവിയസ് ഇയറിൽ ടാക്സബിൾ ആകുമെന്നാണ് പറയുന്നത്. ആ പ്രീവിയസ് ഇയറിൽ ടാക്സബിൾ. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ ഹൗസ് പ്രോപ്പർട്ടിയിൽ വന്നിരുന്നു എങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി
ഇൻകത്തിൽ വന്നുവെങ്കിൽ നമുക്ക് നോർമലി കിട്ടുന്ന ഇൻകത്തിനകത്ത് നമുക്കൊരു ഫ്ലാറ്റ് എത്രയാണ് ഡിഡക്ഷൻ ഉള്ളത്? സോ നെറ്റ് ആനുവൽ വാല്യൂവിൽ നിന്ന് നമുക്ക് എത്രയാണ് ആക്ച്വലി ഫ്ലാറ്റ് ഡിഡക്ഷൻ ഉള്ളത്? 30% അല്ലെ? 24 ക്ലോസ് എ വെച്ചിട്ട് 30% ഡിഡക്ഷൻ ഉള്ളതാണ്. സോ ഇങ്ങനെ എനിക്ക് അൺറിലേറ്റഡ് റെന്റോ അല്ലെങ്കിൽ അരിയേഴ്സ് ഓഫ് റെന്റോ കിട്ടിയാൽ ഏത് പ്രീവിയസ് ഇയറിലാണോ ആ പ്രീവിയസ് ഇയറിൽ ടാക്സ് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് എനിക്ക് ആക്ച്വലി അന്ന് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് 30% ഡിഡക്ഷൻ കിട്ടിയേനെ. ബട്ട് ഇപ്പോൾ കിട്ടുമ്പോൾ എനിക്ക് എന്താണ്, അങ്ങനെ ഫുള്ള് ടാക്സബിൾ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതേപോലെ ഡിഡക്ഷൻ ഉണ്ടോ? ഉണ്ട്. deduction at the rate 30% of rent received is allowed. ഡിഡക്ഷൻ അലോ ചെയ്യുന്നുണ്ട്. എത്രയാണോ കിട്ടുന്നത് അതിന്റെ ഫ്ലാറ്റ് 30% ഡിഡക്ഷൻ. ദാറ്റ് മീൻസ് റിമൈനിങ് 70% ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ടാക്സ് ചെയ്യുന്നത്. രണ്ട് കാര്യങ്ങളാണുള്ളത്. നോക്കണ്ടോ, കിട്ടുന്ന എപ്പോഴാണ് ഇത് ടാക്സ് ചെയ്യേണ്ടത്? ഫുള്ള് ടാക്സ് ചെയ്യുവോ? പിന്നെ ഒരു സെനാരിയോ നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ജസ്റ്റ് അവർ പറയാണ് അൺറിലൈസ്ഡ് റെന്റ് ഒരു 2020-21 പ്രീവിയസ് ഇയറിലായിരുന്നു. ദെൻ നമ്മുടെ പ്രീവിയസ് ഇയർ 22-23 അന്ന് അൺറിയലൈസ്ഡ് ആയിട്ട് ക്ലെയിം ചെയ്ത റെന്റ് കിട്ടി. ഈ 22 പ്രീവിയസ് ഇയർ 22-23 മുമ്പുള്ള ഇയറിൽ തന്നെ ഈ പറയുന്ന ഹൗസ് പ്രോപ്പർട്ടി ഞാൻ വിറ്റുപോയി, അല്ലെങ്കിൽ ഓണർ വിറ്റുപോയി. ദാറ്റ് മീൻസ് ഈ റെന്റ് തിരിച്ചു കിട്ടുമ്പോൾ ഞാൻ എന്തേ അല്ല, ആ ഹൗസ് പ്രോപ്പർട്ടിയുടെ ഓണറേ അല്ല. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 22 പ്രകാരം അല്ലെങ്കിൽ ചാർജബിൾ സെക്ഷൻ യൂസ് ചെയ്ത് ഇൻകം അണ്ടർ ദ ഹൗസ് പ്രോപ്പർട്ടിയിൽ ടാക്സ് ചെയ്യുവോ ഇല്ലയോ? അല്ലെങ്കിൽ സെക്ഷൻ 25A പ്രകാരം ഇവിടെ ടാക്സ് ചെയ്യുവോ അല്ലെങ്കിൽ അതിന് ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യാതെ പോകുവോ? സോ ഉണ്ടോ, ഇത് ഈ പറയുന്ന ആക്ച്വലി റെന്റ് കിട്ടേണ്ട സമയത്ത് എന്തായിരുന്നു, ആ പ്രീവിയസ് ഇയർ ഐ ആം ദ ഓണർ. സോ ആ ക്രൈറ്റീരിയ വെച്ച് എന്താണ്, എനിക്ക് അന്ന് കിട്ടിയിരുന്നെങ്കിൽ എവിടെ വരുന്നതിനെ, എന്റെ ഹൗസ് പ്രോപ്പർട്ടിയിൽ ചാർജ് ചെയ്തേനെ. സോ ഇപ്പോൾ ജസ്റ്റ് ടെക്നിക്കലി ഞാൻ അതിന്റെ ഓണർ അല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എക്സംഷൻ ഒന്നും കിട്ടില്ല. എനിക്ക് എന്താണ്, അത് ഏത് പ്രീവിയസ് ഇയറിലാണോ കിട്ടുന്നത് ആ പ്രീവിയസ് ഇയറിൽ ഞാൻ ഓണർ അല്ല. ഇത് ഡ്യൂ ആയപ്പോൾ അല്ലെങ്കിൽ കിട്ടേണ്ടിയിരുന്ന സമയത്ത് എന്താണ്, ഐ ആം ദ ഓണർ ഓഫ് ദ ഹൗസ് പ്രോപ്പർട്ടി. സോ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ അൺറിലൈസ്ഡോ അല്ലെങ്കിൽ അരിയർ റെന്റോ കിട്ടുന്ന സമയത്ത് ഓണർ അല്ല എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടാക്സബിലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. സോ അതും കൂടാണ് ശ്രദ്ധിക്കേണ്ടത്. ടാക്സബിൾ ഈവൻ ഇഫ് assessee is not the owner of house property. Assessee is not the owner of the house property in the year of a receipt or realization. റിക്കവറി ചെയ്യുന്ന ഇയറിൽ എന്താണ്, അസസി അതിന്റെ ഓണർ അല്ല എങ്കിൽ പോലും എന്താണ്, വിൽ ബി ടാക്സ്ഡ് ആസ് പെർ സെക്ഷൻ 25 ക്യാപിറ്റൽ A. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് കേട്ട് കൊടുക്കാം. പാർട്ട്ലി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. Concept of partly let out property. Concept of partly let out property. Okay, so നമ്മൾ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ദാറ്റ് മീൻസ് ബാക്കി പ്രൊവിഷൻസ് എല്ലാം സെയിം ആണ്. ഈ ഒരു പാർട്ട്ലി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെ വെച്ചിട്ടാണ് ചോദിക്കുന്നത്. സോ നമുക്ക് പാർട്ട്ലി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയെ മേജർലി രണ്ടായിട്ട് തിരിക്കാം. ഏരിയ വൈസ്, then time wise. Area wise and time wise. Area wise, then time wise. Okay. So ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇതെടുക്കാം. ഏരിയ വൈസ് രണ്ട് രീതിയിലാണ്. പാർട്ട്ലി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി,
area wise. So എന്താണ് area wise partly let out property എന്ന് പറഞ്ഞാൽ? So എനിക്കൊരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, സോ അതിന് രണ്ട് എന്താണ് ഈക്വൽ ആയിട്ടുള്ള രണ്ട് 2-stair ബിൽഡിംഗ് ആണ്. സോ താഴത്തെ ഫ്ലോറ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ, അങ്ങനെ രണ്ട് ഇതായിട്ടാണുള്ളത്. ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ. സോ അതിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഞാൻ താമസിക്കുന്നു, ഫസ്റ്റ് ഫ്ലോർ ഞാൻ എന്ത് ചെയ്യുന്നു, റെന്റിന് കൊടുക്കുന്നു. സോ സം ഏരിയ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നു, ലെറ്റ് ഔട്ട് ചെയ്യുന്നു. റിമൈനിങ് പോർഷൻ സെൽഫ് ഓക്യുപ്പൈഡ് ആണെങ്കിൽ ദെൻ എങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ പാർട്ട്ലി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ഏരിയ വൈസ് മീൻസ് എന്താണ്, ഇഫ് സം ഏരിയ ഓഫ് property let out and a remaining area is self-occupied. A remaining area self-occupied ആണെങ്കിൽ then നമ്മൾ എങ്ങനെയായിരിക്കും ട്രീറ്റ്മെന്റ് വരിക? then എങ്ങനെയായിരിക്കും? സോ ഇത് നമ്മളുണ്ടോ ഇതുവരെ ഡിസ്കസ് ചെയ്യല് നമ്മൾ ഏരിയ വൈസ്. സോ രണ്ട് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതിന്റെ 50% ഞാൻ റെന്റിന് കൊടുത്തിരിക്കുകയാണ്, 50% ഞാൻ സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സോ ഫുള്ളി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആയിട്ട് കണക്കാക്കോ, അല്ലെങ്കിൽ ഫുള്ളി സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് കണക്കാക്കോ, അല്ലെങ്കിൽ ദാറ്റ് പോർഷൻ ലെറ്റ് ഔട്ട് ചെയ്ത പോർഷൻ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആയിട്ടും സെൽഫ് ഓക്യുപ്പൈ ചെയ്യുന്ന പോർഷൻ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആയിട്ട് കണക്കാക്കുമോ? So that means then huge impact ആണ്. നമുക്ക് സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്നതാണ്. ജസ്റ്റ് ഒരു മാത്തമാറ്റിക്കലി ഡിവൈഡ് ചെയ്തെടുക്കണം പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള. then let out portion എന്തായിട്ട് എടുക്കും? നമുക്കറിയേണ്ടത് 23 നമുക്കറിയേണ്ടത് ടാക്സബിലിറ്റി അല്ലെങ്കിൽ ആനുവൽ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണോ, ഡീം ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണോ, സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണോ എന്നുള്ളതാണ് നമുക്ക് മേജർ ആയിട്ട് അറിയേണ്ടത്. ലെറ്റ് ഔട്ട് പോർഷൻ വിൽ ബി treated as let out property. Then self-occupied portion എങ്ങനെ ട്രീറ്റ് ചെയ്യും? treated as self-occupied property. സോ ഇങ്ങനെ ജസ്റ്റ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്താലുള്ള ഗുണം എന്താണ്? സോ ആനുവൽ വാല്യൂ ഉണ്ടാകും, നമുക്ക് എന്ത് കുറയ്ക്കാം, മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കാം. ദെൻ എന്താണ് 24 ക്ലോസ് സെയിൽ ഡിഡക്ഷൻ ഉണ്ടാവും. സോ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ എന്താണ്, ഗ്രോസ് ആനുവൽ വാല്യൂ ഇല്ലായിരിക്കും, അല്ലെങ്കിൽ ആനുവൽ വാല്യൂ ഇല്ലായിരിക്കും. എന്ത് മാത്രമേ കിട്ടുള്ളൂ, ഇൻട്രസ്റ്റ്. ക്ലിയർ അല്ലേ? ദെൻ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ഇത്ര പെർസെന്റേജ് സെൽഫ് ഓക്യുപ്പൈഡ്, ഇത്ര പെർസെന്റേജ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ ആ ക്വസ്റ്റിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? മുനിസിപ്പൽ വാല്യൂ ഉണ്ടാവും, ഫെയർ റെന്റ് ഉണ്ടാകും, മുനിസിപ്പൽ ടാക്സസ് ഉണ്ടാവും, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ടാവും. ആൻഡ് ഇതെല്ലാം എന്ത് ചെയ്യണം? ഇതും ഈ പ്രൊപ്പോർഷനിൽ എന്ത് ചെയ്യേണ്ടി വരും? ഡിവൈഡ് ചെയ്യേണ്ടി വരും. സോ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ഉണ്ടോ? സോ മുനിസിപ്പൽ വാല്യുവേഷൻ ഞാൻ ജസ്റ്റ് പറയുന്നത് 10 lakh ആണ്. ദാറ്റ് മീൻസ് ഈക്വൽ ആയിട്ടുള്ള 2 ഫ്ലോർ ആണ്. ദാറ്റ് മീൻസ് എന്താണ്, നമ്മൾ പകുതി എടുക്കും. എന്താണ്, ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിക്ക് 5 ലക്ഷവും സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിക്ക് 5 ലക്ഷം. സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിക്ക് എന്താണ്, ഗ്രോസ് ആനുവൽ വാല്യൂ അല്ലെങ്കിൽ നെറ്റ് ആനുവൽ വാല്യൂ നില്ലാണ്. സോ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ നമ്മൾ കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ ആനുവൽ വാല്യൂ കണ്ടുപിടിച്ച് അതിൽ നിന്ന് എന്റെ എടുക്കുമ്പോഴത്തേക്കും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി കണ്ടുപിടിക്കുമ്പോൾ എന്താണ്, മുനിസിപ്പൽ വാല്യൂ 10 lakh ആയിട്ടുള്ളത് നമുക്ക് എത്ര മതി? ഇവിടെ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എത്രയാണ്? 100%-നാണ് മുനിസിപ്പൽ വാല്യൂ 10 lakh. സോ 50% എത്രയേ വരത്തുള്ളൂ? 5 lakh. സോ അങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത്. സോ ഓരോന്നും പിക്ക് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ആ പോയിന്റ് എഴുതാം. In this case, that means let out property, partly let out property area wise. In this case, municipal value, comma, fair rent, comma,
municipal taxes, comma, interest on loan should be divided between let out property and self-occupied property. Let out property and self-occupied property. Then, no. So നമുക്ക് നമ്മൾ എന്ത് കണ്ട ഏരിയ വൈസ് എന്താണ് പാർട്ട്ലി ലെറ്റ് ഔട്ട് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ അക്കൗണ്ട് ടാക്സിലെ ട്രീറ്റ്മെന്റ് ഡിസ്കസ് ചെയ്തു. ദെൻ ഇനി എന്താണുള്ളത്? ടൈം വൈസ്. സോ ടൈം വൈസ് നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്യണം. എന്നാലും ഒന്നുകൂടെ നമുക്ക് ഇവിടെ പറയാം. കോൺസെപ്റ്റ് ഓഫ് partly let out property. Time wise ആണ്. Okay, so that means നമുക്ക് 12 മാസം ഉണ്ട്. അതിൽ എത്രയോ മാസം? 8 മാസം let out property, 4 മാസം സെൽഫ് ഓക്യുപ്പൈഡ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലേ. സോ എന്താണ് പാർട്ട്ലി സെൽഫ് ഓക്യുപ്പൈഡ്, പാർട്ട്ലി ലെറ്റ് ഔട്ട് ആണെങ്കിൽ നമുക്ക് എന്താണ് മൊത്തം ഫുൾ ഇയർ എന്തായിട്ട് കണക്കാക്കും? ലെറ്റ് ഔട്ട് ആയിട്ട് കണക്കാക്കും. ദാറ്റ് മീൻസ് എന്താണ്? നമ്മൾ എക്സ്പെക്ടഡ് റെന്റ് ഫോർ ദ ഹോൾ ഇയർ കണ്ടുപിടിക്കും. ദെൻ ആക്ച്വൽ റെന്റുമായിട്ട് കമ്പയർ ചെയ്ത് വിച്ച് എവർ ഈസ് ഹയർ വിൽ ബി ടേക്കൺ ആസ് എന്താണ് ഗ്രോസ് ആനുവൽ വാല്യൂ. സോ അതിനകത്ത് അൺറിയലൈസ്ഡ് റെന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഓൾട്ടർനേറ്റീവ് അപ്രോച്ച് കൂടെ എഴുതണം. നമ്മൾ ഓൾറെഡി പ്രോബ്ലം ഉൾപ്പെടെ സോൾവ് ചെയ്തതാണ്. സോ പാർട്ട്ലി ലെറ്റ് ഔട്ട്, പാർട്ട്ലി സെൽഫ് ഓക്യുപ്പൈഡ് ആണെങ്കിൽ കംപ്ലീറ്റ് പ്രോപ്പർട്ടി എന്താണ് 12, മറ്റേ എന്താണ് ഏരിയ വൈസ് ആയിരുന്നു. പ്രോപ്പർട്ടിയുടെ കുറച്ച് ഭാഗം ലെറ്റ് ഔട്ട്, കുറച്ച് ഭാഗം സെൽഫ് ഓക്യുപ്പൈഡ്. ഇവിടെ അങ്ങനെയല്ല, എൻറ്റയർ പ്രോപ്പർട്ടി നമ്മുടെ പ്രീവിയസ് ഇയറിന്റെ കുറച്ച് പീരീഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി, കുറച്ച് പീരീഡ് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി. If property let out for some period and self-occupied for the remaining period of previous year. So previous year le കുറച്ച് ടൈം അല്ലെങ്കിൽ ഇത്ര മാസം സെൽഫ് ഓക്യുപ്പൈഡ് ആണ്, ഇത്ര മാസം ലെറ്റ് ഔട്ട് ആണെങ്കിൽ then such property എങ്ങനെ എടുക്കും? സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ എന്തെങ്കിലും പ്രൊവിഷൻസ് അട്രാക്ട് ചെയ്യുമോ ഈ കേസിൽ? സോ എങ്ങനെയായിട്ട് എടുക്കുന്നത്? 12 മാസവും എന്തായത് കണക്കെടുക്കും? ലെറ്റ് ഔട്ട് ആയത് കണക്ക്. then such property is treated, എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? treated as let out property. so let out property പോലെ തന്നെ എന്ത് ചെയ്യും? ട്രീറ്റ് ചെയ്യും. എക്സ്പെക്ടഡ് റെന്റ് എന്താണ്? ഒരു വർഷത്തേക്കുള്ള നമ്മൾ കണ്ടുപിടിക്കുന്നു. ദെൻ അതെന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നു? ആക്ച്വൽ റെന്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു. വിച്ച് എവർ ഈസ് ഹയർ വിൽ ബി ട്രീറ്റഡ് ആസ്. നോർമലി അൺറിയലൈസ്ഡ് റെന്റ് ഉണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ് അപ്രോച്ച് കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. ക്ലിയർ ആണോ? ഓക്കെ. ദെൻ ഇനി നമ്മുടെ പ്രൊവിഷൻസിൽ കയറി വരുന്ന ഒരു കാര്യം കൂടെയാണ് സെക്ഷൻ 26. രണ്ട് തിയറിയാണ് ഇതിനകത്തുള്ള. സെക്ഷൻ 26ഉം സെക്ഷൻ 27. സെക്ഷൻ 26 പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് ജോയിന്റ് ഓണർഷിപ്പ് അല്ലെങ്കിൽ കോ ഓണർഷിപ്പ്. സോ ദാറ്റ് മീൻസ് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സെക്ഷൻ 22 പ്രകാരം എന്താണ്? ആനുവൽ വാല്യൂ വിൽ ബി ടാക്സ്ഡ്. ഈ പ്രോപ്പർട്ടി എന്തായിരിക്കണം? പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. അസോസിയേഷൻ ഷുഡ് ബി ദ ഓണർ. ഇവിടെ എന്താണ്? ഒരാളല്ല ഓണർ, ഒന്നിൽ കൂടുതൽ ആൾക്കാരെ ഇതിന്റെ ഓണർ ആണെങ്കിൽ സോ റെന്റ് കിട്ടുന്നതും എന്തായിരിക്കും? അവർക്ക് രണ്ടുപേർക്കും കൂടെ ചേർന്നായിരിക്കും. അല്ലെങ്കിൽ ആനുവൽ വാല്യൂ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് കിട്ടുന്നതും രണ്ടുപേർക്കും കൂടെ ചേർന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എങ്ങനെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് രണ്ടുമാണ് പിന്നീട് നോക്കണം. ബാക്കി പ്രൊവിഷൻസ് എല്ലാം അപ്ലൈ ചെയ്യും. സോ ജസ്റ്റ് ഡിവിഷൻ മാത്രമാണ് നമുക്ക് എന്താണ് പാർട്ട്ലി ലെറ്റ് ഔട്ട് ഏരിയ വൈസ് ആണെങ്കിലും ടൈം വൈസ് ആണെങ്കിലും ഓണർഷിപ്പ്, കോ ഓണർഷിപ്പ് അല്ലെങ്കിൽ ജോയിന്റ് ഓണർഷിപ്പ് ആണെങ്കിലും ഉള്ള കേസിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്നത്തെ പോയിന്റ് ജോയിന്റ്
Ownership means property is owned. Property is owned by more than one person. Okay. So property is owned by more than one person. Then, in this case, income from house property, is calculated normally and thereafter. So normally എങ്ങനെയാണോ income അതെന്താണ് ടോട്ടലിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു, and thereafter it should be divided. So ഇത് ഒരു കാൽക്കുലേഷൻ ഉള്ള എളുപ്പവഴിയാണ്. സോ രണ്ടും സെപ്പറേറ്റ് ചെയ്ത് ഡിവൈഡ് കണ്ടുപിടിച്ചാൽ it will take time. സോ ഒറ്റയടിക്ക് നമ്മൾ കംപ്ലീറ്റ് ആ ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻകം മൊത്തത്തിൽ കണ്ടുപിടിച്ചിട്ട് then thereafter it should be divided between co-owners in their ownership ratio. Should be divided between co-owners in their ownership ratio. So ownership ratio എന്ത് ചെയ്യും? സോ കംപ്ലീറ്റ് പ്രോപ്പർട്ടി ദാറ്റ് മീൻസ് ലെറ്റ് ഔട്ട് ആണെന്ന് വിചാരിക്കുക. സോ എന്താണ് രണ്ട് എയും ബിയും ചേർന്നിട്ടാണ് അതിന്റെ ഓണർ. ലെറ്റ് ഔട്ട് ആണ്. ദെൻ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഉണ്ടായിരിക്കും. റെന്റ് കിട്ടുന്നത് എല്ലാം നടക്കുന്നുണ്ടായിരിക്കും. നമ്മൾ എന്താണ് കംപ്ലീറ്റ് പ്രോപ്പർട്ടിക്ക് ലെറ്റ് ഔട്ട് ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുക. അതിനുശേഷം എന്താണ് അവസാനം എന്നിട്ട് എന്താണ് സോ എക്ക് 50%, ബിക്ക് 50%, പകുതി ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ എക്ക് 60%, ബിക്ക് 40% ആണെന്നുണ്ടെങ്കിൽ എന്താണ് കംപ്ലീറ്റ് എന്താണ് നമ്മൾ നോർമലി കണ്ടുപിടിക്കുന്ന പോലെ ജനറൽ നോർമലി കാൽക്കുലേറ്റ് നോർമലി നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്ന പോലെ എന്താണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കുക. ദെൻ എന്ത് ചെയ്താൽ മതി രണ്ടുപേരുടെയും ഷെയർ നോക്കിയിട്ട് ആ ഷെയർ റേഷ്യോയിൽ എന്താണ് ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്താണ് ഓരോന്നും ഡിവൈഡ് ചെയ്ത് ഇറ്റ് വിൽ ടേക്ക് ടൈം. ക്ലിയർ ആണോ പറഞ്ഞ പോയിന്റ്? ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. സോ നമുക്ക് കോണറുടെ കേസിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഓക്കെ. സോ ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോണിന്റെ കേസ് നമുക്ക് പ്രോപ്പർട്ടിയെ രണ്ടായിട്ട് തിരിക്കാം. ഒന്നുകിൽ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി, ദെൻ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി. ഇൻട്രസ്റ്റ് ഓൺ ലോണിലെ ലിമിറ്റ് ഉള്ളത് ഏത് കേസിൽ മാത്രമാണ്? ലിമിറ്റ് ഉള്ളത് ഏത് കേസിലാണ്? സെൽഫ് ഓക്യുപ്പൈഡ് കേസിലാണോ അല്ലെങ്കിൽ സെൽഫ് ഓക്യുപ്പൈഡ് കേസിലും ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് കേസിലാണോ? ഉണ്ടോ? നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യാത്ത കേസായിട്ടുള്ള സെൽഫ് ഓക്യുപ്പൈഡ് മാത്രം. ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് ഇല്ല. പക്ഷെ എന്താണ് ഒരു വർഷത്തെ എക്സ്പെക്ടഡ് റെന്റ് എന്തായിട്ട് എടുക്കും? ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കും. സോ ഇവിടെ എന്താണ് നമുക്ക് നോർമൽ full interest allowed. Then ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഒരു ലിമിറ്റ് ഉണ്ട്. ആക്ച്വലി ലിമിറ്റ് ഓഫ് rupees 2 lakhs or rupees 30,000. അല്ലെ? സോ നമ്മുടെ കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ 2 lakh വരെ കിട്ടും, അല്ലെങ്കിൽ 30,000 വരെ കിട്ടുള്ളൂ. ദെൻ ഇവിടെയുള്ള പ്രത്യേകത എന്താ വെച്ചാൽ രണ്ടുപേർക്കും കോണർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് രണ്ടുപേരും സെൽഫ് ഓക്യുപ്പൈഡ് ആണ്. സോ രണ്ടുപേരും സെൽഫ് ഓക്യുപ്പൈഡ് ആണെങ്കിൽ എന്താണ് ആ ഒരു പ്രോപ്പർട്ടിയിൽ 50% ജസ്റ്റ് പറയുകയാണ്. സോ 50% എയുടെ പ്രോപ്പർട്ടിയാണ്, അയാളും സെൽഫ് ഓക്യുപ്പൈഡ് ആണ്. 50% ബിയുടെ പ്രോപ്പർട്ടിയാണ്, അയാളും സെൽഫ് ഓക്യുപ്പൈഡ് ആണ്. സെൽഫ് ഓക്യുപ്പൈഡ് ആണെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ ഉണ്ടോ? നില്ലാണ്. അല്ലെങ്കിൽ ആനുവൽ വാല്യൂ നില്ലാണ്. സോ അവിടെ ഉണ്ടോ നമുക്കൊരു ബെനിഫിറ്റ്, ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടുന്നത് എന്താണ്? ഈ പറയുന്ന ലിമിറ്റ് ആപ്ലിക്കബിലിറ്റി 2 ലക്ഷം അല്ലെങ്കിൽ 30,000 എന്ന് പറയുന്നത് എന്താണ് രണ്ടുപേർക്കും. ബിക്കോസ് രണ്ടുപേരുടെ നമ്മൾ സെപ്പറേറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ഈ പറയുന്ന ലിമിറ്റ് എന്താണ്? ഈ 2 ലക്ഷം വരെ എക്കും കിട്ടും, ബിക്കും കിട്ടും. സോ ആക്ച്വൽ ഓർ 2 lakh ആണ്. സോ നമുക്ക് ഇൻ കേസ് നമുക്കൊരു വലിയ ബിൽഡിംഗ് ആണ് ചെയ്തിരിക്കുന്നത്, അതിന് 2 lakhന് മുകളിൽ അല്ലെങ്കിൽ
എത്രയാണ് 4 lakh വരെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഡിവൈഡ് ചെയ്ത് 2 പേർക്കും 2 ലക്ഷം വരെ എടുക്കാം. അത് എന്താണ് ഈ കോ ഓണർഷിപ്പിന്റെ കാര്യത്തില് എന്താണെങ്കിലും സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ കിട്ടുന്ന ഒരു ടാക്സ് ബെനിഫിറ്റ് ആണ്. ക്ലിയർ ആണോ? നോട്ട് ചെയ്യാം. ഈച്ച് ഓണർ, ഈച്ച് കോ ഓണർ shall be entitled for interest up to limit. So limit വരെ എന്താണ് 2 കോ ഓണേഴ്സിനും കിട്ടും ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഇൻ കേസ് ഓഫ് സെൽഫ് ഓക്യുപ്പൈഡ് എടുക്കാം. അതാണ് ഇതിനകത്ത് കിട്ടുന്ന ഒരു. സോ കോ ഓണർ ആണെങ്കിൽ കൂടുതൽ ലോൺ ഉണ്ട്, കൂടുതൽ ലോൺ ഇൻട്രസ്റ്റ് ഓൺ ലോൺ കൂടുതൽ ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു ടാക്സ് ബെനിഫിറ്റ് ഈ ഒരു പോയിന്റ് ആണ്. ക്ലിയർ ആണോ? കിട്ടാം ഉണ്ടെങ്കിലേ. സോ ടോട്ടൽ നമുക്ക് വലിയൊരു ബിൽഡിംഗ് ആണ്. സോ അതിനകത്ത് ഇൻട്രസ്റ്റ് അത്ര കൂടുതൽ ഉണ്ടെങ്കിൽ ആക്ച്വൽ എപ്പോഴും നമുക്ക് എന്താണ് ആക്ച്വൽ ഇൻട്രസ്റ്റ് നോക്കണം. സോ ലിമിറ്റ് മാക്സിമം ഓഫ് 2 lakh അല്ലെങ്കിൽ മാക്സിമം ഓഫ് 30,000 ആണ് പറയുന്നത്. സോ അത്രയും ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ അപ് ടു ദാറ്റ് പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം? 24 ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം. ക്ലിയർ ആണോ? ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. So P owns a house in Madras during the previous year 22-23, 2/3. So we discuss the area 2/3 portion of house was self-occupied and 1/3 portion was let out for a residential purpose at a rent of 8,000 per month. Municipal value of the property is 3 lakh per annum. Fair rent 2,70,000 per annum and standard rent 3,33,000 per annum. He paid municipal taxes at the 10% of municipal value during the year. A loan of rupees 25 lakhs was taken by him during the previous year. So a loan of rupees 25 lakh was taken by him during the previous year 2018 for acquiring the property. The interest on loan paid during the previous year was 1,20,000. Compute Prem's income from house property for the assessment year 22-23. Okay. So പ്രേംന മദ്രാസിൽ ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. സോ ഇതില് എത്രയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ 2/3 പോർഷൻ എന്താണ്? സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണ്. 1/3 പോർഷനോ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണ്. So 2/3 self-occupied, 1/3 let out one. 2/3 portion self-occupied ആണെങ്കിൽ 1/3 let out property ആണ്. Clearly. So that means എന്താണ്? 2/3 ഈ self-occupied property നമുക്ക് എന്താണ്? Annual value. Annual value എത്ര ആയിട്ട് എടുക്കും? Nil ആയിട്ട് എടുക്കും. അല്ലേ? സോ ഇവിടെ എന്ത് മാത്രമേ കിട്ടുള്ളൂ? സെൽഫ്-occupiedന് എന്ത് മാത്രമേ കിട്ടുള്ളൂ? സെക്ഷൻ 24 ക്ലോസ് പി ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രമാണ് കിട്ടുന്നത്. അതും എന്താണ്? ഇതിന്റെ പ്രപ്പോർഷനേറ്റ് ആയിട്ട്. സോ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിക്ക് എത്ര വരെ കിട്ടുള്ളൂ? മാക്സിമം നമുക്ക് 2 lakh വരെയാണ് കിട്ടുന്നത്. സോ ഇത് നമുക്ക് അതും എന്താണ് 2/3 കണ്ടുപിടിക്കും. ദെൻ 1/3 പോർഷൻ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിക്ക് ആനുവൽ വാല്യൂ നില്ലാണോ? ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിക്ക് ആനുവൽ വാല്യൂ ഇല്ലല്ല. ആനുവൽ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. സോ ആനുവൽ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ എന്താണ്? നമുക്ക് ആക്ച്വൽ റെന്റ് ഉണ്ട് 8,000. സോ അത് ചാടിക്കറി എടുക്കോ? സോ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെങ്കിൽ ത്രൂ ഔട്ട് ദ പ്രീവിയസ് ഇയർ ആണെങ്കിൽ നമ്മൾ എന്താണ്? എക്സ്പെക്ടഡ് റെന്റും ആക്ച്വൽ റെന്റും കൂടെ കമ്പയർ ചെയ്തിട്ട് വിച്ച് എവർ ഈസ് ഹയർ. സോ ഇവിടെ എക്സ്പെക്ടഡ് റെന്റ് എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണം? മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെന്റ്, സ്റ്റാൻഡേർഡ് റെന്റ്. ഈ മുനിസിപ്പൽ വാല്യൂവും ഫെയർ റെന്റും സ്റ്റാൻഡേർഡ് റെന്റും തന്നിരിക്കുന്നതാണ് എൻറ്റയർ പ്രോപ്പർട്ടിക്കാണ്. So that means 100% പ്രോപ്പർട്ടിക്കാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ 1/3 മാത്രമേ എന്തുള്ളൂ? ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആയിട്ടുള്ളൂ. സോ ദാറ്റ് മീൻസ് ഈ 3 lakhന്റെ 1/3 എടുക്കണം,
2,70,000 1/3 എടുക്കണം, 3,30,000 1/3 എടുക്കണം. എന്തുമായിട്ട് ബന്ധപ്പെട്ട് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ മുനിസിപ്പൽ വാല്യൂ അത്രയല്ലേ ഉള്ളൂ. ബാക്കി 2/3 എന്താണ്? അവിടെ എല്ലാം നില്ലായിട്ടാണ് എടുക്കുന്നത്. ഗ്രോസ് ആനുവൽ വാല്യൂ അല്ലെങ്കിൽ നെറ്റ് ആനുവൽ വാല്യൂ വരെ നില്ലായിട്ടാണ് എടുക്കുന്നത്. ഇതിന്റെ എല്ലാം എന്ത് എടുക്കണം? ഇത് ലെറ്റ് ഔട്ട് ആണെങ്കിൽ എന്താണ് നോർമലി കണ്ടുപിടിക്കുന്ന പോലെ എല്ലാത്തിന്റെ എന്താണ് പ്രപ്പോർഷനേറ്റ് ആയിട്ട് 1/3 എടുക്കുക, ആൻസറിലേക്ക് വരും. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം, ദെൻ നമുക്ക് എക്സാമിന് എങ്ങനെ ഇതൊരു ആൻസറിലേക്ക് എത്തിക്കാം നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം, സ്റ്റാർട്ട് ചെയ്യാം. computation of income from house property, assessment year 23-24, assessment year 23-24 house property എന്നുള്ള income from house property. സോ നമുക്ക് എന്തായിട്ട് നോക്കാം. particulars ഒരു ഇന്നർ കോളം എമൗണ്ട് കോളം ഇടാം, ഒരു ഔട്ടർ കോളം എമൗണ്ട് കോളം. നമുക്ക് ഉണ്ടോ, നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. സോ അതില് എന്താണ് ഏരിയ വൈസ് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ലെറ്റ് ഔട്ട് ആണ്, ഒന്ന് സെൽഫ് ഓക്യുപ്പൈഡ് ആണ്. സോ ഫസ്റ്റ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. സോ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ എന്താണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ കണ്ടുപിടിക്കണം. അത് എത്രയാണുള്ളത്? 1/3. സോ 1/3 പോർഷൻ ആണ് ലെറ്റ് ഔട്ട് ആയിട്ടുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ എന്താണ് മുനിസിപ്പൽ വാല്യൂ എത്ര വരും? മുനിസിപ്പൽ വാല്യൂ എൻറ്റയർ പ്രോപ്പർട്ടിക്ക് എത്രയാണ്? 3 lakh ആണ്. സോ ഇവിടെ എത്ര വരത്തുള്ളൂ? അതിന്റെ 1/3 നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ബാക്കി 2/3 എന്താണ്? സെൽഫ് ഓക്യുപ്പൈഡ് ആണ്. സോ മുനിസിപ്പൽ വാല്യൂ എത്ര വരും? 1 lakh. Then fair rent എത്രയാണ്? മുനിസിപ്പൽ വാല്യൂ 3 lakh, fair rent 2,70,000. സോ 2,70,000 1/3, 2,70,000 into 1/3 എത്ര വരും? 90,000. സോ 90,000 ഇതില് ഹയർ ഇത് വരും 1 lakhs. സോ ഇതില് ഹയർ എന്തുമായിട്ട് കമ്പയർ ചെയ്യണം? സ്റ്റാൻഡേർഡ് റെന്റ്. എത്രയാണ് സ്റ്റാൻഡേർഡ് റെന്റ്? സ്റ്റാൻഡേർഡ് റെന്റ് 3,30,000 per annum ആണ്. അത് കംപ്ലീറ്റ് പ്രോപ്പർട്ടിക്കാണ്. സോ നമ്മുടെ ലെറ്റ് ഔട്ട് പോർഷൻ, ലെറ്റ് ഔട്ട് ഏരിയക്ക് എത്ര വരത്തുള്ളൂ? 1,10,000. സോ ഇതില് ലോവർ. സോ എന്ത് വരും? എക്സ്പെക്ടഡ് റെന്റ് വിൽ ബി, എക്സ്പെക്ടഡ് റെന്റ് എത്ര വരും? ലോവർ ആയിട്ടുള്ള 1 lakh. ദെൻ ഇനി എന്താണുള്ളത്? ആക്ച്വൽ റെന്റ്. ആക്ച്വൽ റെന്റ് എത്രയാണ്? സോ ഇവിടെ നോർമലി സ്റ്റുഡൻസ് ഒരു മിസ്റ്റേക്ക് വരുത്താറുണ്ട്. ഈ 8,000 ഇൻറ്റു 1/3 എടുക്കണോ? എല്ലാത്തിനും 1/3 കൊടുക്കണോ? ഒന്നും കാണാതെ പഠിച്ചു പോകരുത്, കോൺസെപ്റ്റ് മനസ്സിലാക്കണ്ടോ. സോ എനിക്ക് 1/3 പോർഷൻ ലെറ്റ് ഔട്ട് ചെയ്തപ്പോഴാണ് 8,000 കിട്ടിയത്. അല്ലെങ്കിൽ എല്ലാത്തിനും 1/3 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് ബൈ ഹാർട്ട് ചെയ്ത് പോകരുത് എക്സാമിന്. സോ ഉണ്ടോ 1/3 ഇതിന്റെയൊക്കെ 1/3 എടുക്കാൻ കാര്യം എന്താണ്? ഈ പ്രോപ്പർട്ടിയുടെ ഈ വാല്യുവേഷൻ എല്ലാം തന്നിരിക്കുന്നത് എൻറ്റയർ പ്രോപ്പർട്ടിക്കാണ്. സോ എൻറ്റയർ പ്രോപ്പർട്ടിക്ക് 8,000 കിട്ടും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ലെറ്റ് ഔട്ട് ചെയ്ത പോർഷൻ 8,000 കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആക്ച്വൽ റെന്റ് 8,000 into 12, 96,000. സോ ആക്ച്വൽ റെന്റ് ലെസ് ഡ്യൂ ടു വേക്കൻസി ആണോ? ആക്ച്വൽ റെന്റ് ലെസ് ഡ്യൂ ടു വേക്കൻസി അല്ലാത്തതുകൊണ്ട് എക്സ്പെക്ടഡ് റെന്റും ആക്ച്വൽ റെന്റും കൂടെ കമ്പയർ ചെയ്തിട്ട് ഹയർ വിൽ ബി ടേക്കൺ ആസ് ഗ്രോസ് ആനുവൽ വാല്യൂ. ഗ്രോസ് ആനുവൽ വാല്യൂ എത്ര വരും? 1 lakh. സോ ലെറ്റ് ഔട്ട് പോർഷന്റെ ഗ്രോസ് ആനുവൽ വാല്യൂ 1 lakh. Then ഇതിൽ നിന്ന് ലെസ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ്. മുനിസിപ്പൽ ടാക്സസ് എന്തെങ്കിലും പേ ചെയ്യുന്നുണ്ടോ അവിടെ? 10% ഓഫ് മുനിസിപ്പൽ വാല്യൂ. സോ നമ്മുടെ പോർഷന് എത്രയാണ് മുനിസിപ്പൽ വാല്യൂ ഉള്ളത്? 3 lakh ഉണ്ടെങ്കിലും അതിന്റെ 1/3 ഉള്ളൂ. ദാറ്റ് മീൻസ് നമ്മുടെ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ മുനിസിപ്പൽ വാല്യൂ വരുന്ന എത്രയാണ്? 1 lakh. അതിന്റെ 10% എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 10,000. സോ 1 lakhൽ നിന്ന് 10,000 കുറച്ചാൽ എത്ര വരും? 90,000 ആയിരിക്കും. എന്ത്?
net annual value. Net annual value will be 90,000. Then less deduction under section 24. Clause A 30% into NAV ആയിട്ടുള്ള 90,000. Then clause B. No. So clause B. നമ്മുടെ previous year a loan of 25 lakh was taken by him during the previous year 2008 for acquiring the property. So that means complete property acquire ചെയ്യാനായിട്ടാണ് ഞാൻ എന്തെടുത്തിരിക്കുന്ന 25 lakh ലോൺ എടുത്തിരിക്കുന്നത് 2018. Then previous year ഞാൻ കൊടുത്ത ഇൻട്രസ്റ്റ് എത്രയാണ് 1,20,000. Okay, so 1,20,000 എത്ര ഇവിടെ വരും? 1,20,000 എത്രയാണ് ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന പോർഷൻ? 1/3 അല്ലേ? സോ 1,20,000 1/3 എടുക്കുമ്പോൾ എത്ര വരും? 40,000. എത്ര വരും? 90,000 30% 27,000. ക്ലിയർ ആണോ? 40 വന്നത് ക്ലിയർ ആണോ? സോ ഇവിടെ എത്ര ലിമിറ്റ് ഇല്ലാതെ കിട്ടും എന്ന് പറഞ്ഞ് എൻറ്റയർ 1,20,000 കൊണ്ട് ഇവിടെ എടുക്കരുത്. ഇവിടെ ആക്ച്വലി ദാറ്റ് ലെറ്റ് ഔട്ട് പോർഷനുമായിട്ട് ബന്ധപ്പെട്ട ഇൻട്രസ്റ്റ് എത്രയേ ഉള്ളൂ? 40,000. സോ ദാറ്റ് മീൻസ് ടോട്ടൽ എത്ര വരും? 67,000. ദെൻ ഇൻകം ഫ്രം ഹൗസ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി, ലെറ്റ് ഔട്ട് പോർഷൻ, ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് പോർഷൻ എന്ത് വരും? ലെറ്റ് ഔട്ട് പോർഷൻ 90,000 നിന്ന് 67 കുറയ്ക്കുമ്പോൾ 23,000. സോ നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് നമുക്ക് അതായത് ലെറ്റ് ഔട്ട് പോർഷൻ ദാറ്റ് മീൻസ് ഇൻകം ഉള്ള പോർഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അതിൽ നിന്നുള്ള ഇൻകം ഹൗസ് പ്രോപ്പർട്ടി കണ്ടുപിടിച്ചു. ദെൻ സെക്കൻഡ് എന്താണ് വരുന്നത്? സെൽഫ് ഓക്യുപ്പൈഡ് പോർഷൻ എന്നുള്ള ഇൻകം എത്രയാണ്? സെൽഫ് ഓക്യുപ്പൈഡ് പോർഷൻ 2/3. സെൽഫ് ഓക്യുപ്പൈഡ് പോർഷൻ അതിന്റെ ആനുവൽ വാല്യൂ നെറ്റ് ആനുവൽ വാല്യൂ എത്രയായിട്ട് എടുക്കാം? നിൽ. ദെൻ അതിൽ നിന്ന് ആകെ കൂടെ കിട്ടുന്ന എന്താണ്? ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 ക്ലോസ് എ ഉണ്ടോ? ക്ലോസ് ബി ആണുള്ളത്. സോ അത് എത്രയാണ്? 1,20,000 എത്ര പോർഷൻ ആണ്? 2/3. അത് എത്ര വരും? 80,000. സോ ദാറ്റ് മീൻസ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും? ലോസ് ആണ് വരുന്നത്. ലോസ്. സോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം? ബ്രാക്കറ്റിൽ കൊടുക്കാം. 80,000 നെഗറ്റീവ് 80,000 ആണ് എന്ത്? ഇൻകം ഫ്രം സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി. സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ഇത്രയാണ് വരുന്നതെങ്കിൽ ദെൻ രണ്ടും കൂടെ നെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്ര കിട്ടും? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്ര വരും? 23,000 നിന്ന് 80,000 കുറച്ചാൽ നമുക്ക് എന്ത് വരും? ഇൻകം ആണ് വരുന്നത്. ദാറ്റ് മീൻസ് ഇൻകം അല്ല, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്ര കിട്ടും? 57,000 will be loss from house property. Will be the loss from house property. Next one. Next question. Mr. A sold his residential house property on 31st March 2020. In March 2022. So that means നമുക്ക് എന്താണ്? 1st April 2022 to 31st March 2023 ആണ് നമ്മുടെ പ്രീവിയസ്. ദാറ്റ് മീൻസ് നമ്മുടെ പ്രീവിയസ് ഇയറിന് മുമ്പ് സെയിൽ നടന്നിട്ടുണ്ടെന്നാണ് ഫസ്റ്റ് ലൈനിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ. ഇൻ ജൂൺ 2022 he recovered rent of ₹10,000 from Mr. G, to whom he had let out his house for 2 years from 1st April 2016 to March 2018. He could not realize 2 months rent of 20,000 from him, and that extent has actually rent was reduced while computing income from house property for the assessment year 2018
19. Further, he had let out his property from April 2018 to February 2022 to Mr. S. In April 2020, he had increased the rent from 12,000 to 15,000 per month, and the same was subject to matter of dispute. In September 2022, the matter was finally settled and Mr. A received rupees 69,000 as arrears of rent for the period April 2020-2022. Would the recovery of unrealized rent and arrears of rent taxable in the hands of Mr. A? And if so, in which year? Pakka theory question നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കംപ്ലീറ്റ് തിയറി എന്താണ് കുറച്ച് ഫിഗർ കൂടെ ഇൻസേർട്ട് ചെയ്ത് തന്നിരിക്കുന്നു. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. ക്ലിയർ ആണ് ക്വസ്റ്റ്യൻ? സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. മാർച്ച് 2022 അയാൾ എന്താണ് ഈ പറയുന്ന ഹൗസ് പ്രോപ്പർട്ടി ചെയ്തു, സോൾഡ്. ദാറ്റ് മീൻസ് നമ്മുടെ പ്രീവിയസ് ഇയർ 22-23 എന്താണ് അസസി നോട്ട് ദ ഓണർ. സോ ഓണർ അല്ല എങ്കിലും നോട്ട് ദ ഓണർ അല്ല എങ്കിലും പ്രീവിയസ് ഇയറിൽ ഓണർ അല്ല എങ്കിലും അരിയേഴ്സ് ഓഫ് റെന്റോ അല്ലെങ്കിൽ അൺറിയലൈസ്ഡ് റെന്റോ കിട്ടിയാൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത്? കിട്ടിയത് ഏത് വർഷമാണോ കിട്ടിയ പ്രീവിയസ് ഇയറിൽ ടാക്സ് ചെയ്യണം. സോ ഫുള്ള് ടാക്സ് ചെയ്യുവോ? ഇല്ല. എത്രയാണ്? 25 സെക്ഷൻ 25 ക്യാപിറ്റൽ എ പ്രകാരം എത്രയാണ്? ഫ്ലാറ്റ് 30% ഡിഡക്ഷൻ കിട്ടും. സോ ഇവിടെ നോക്കാം. സോ in June 2020 he recovered rent of 10,000 from Mr. G to whom he had let out the house property in 16 to 2018 വരെ ഉള്ളത്. സോ ഉണ്ടോ അവിടെ he could not realize 2 months rent of 20,000. 20,000 ആയിരുന്നു ആക്ച്വലി അൺറിയലൈസ്ഡ് റെന്റ്. പക്ഷേ നമ്മുടെ പ്രീവിയസ് ഇയറിൽ അൺറിയലൈസ്ഡ് റെന്റ് ആയിട്ട് കിട്ടിയത് എത്രയാണ്? പ്രീവിയസ് ഇയറിൽ എന്റെ 20,000 കിട്ടിയോ? സോ പ്രീവിയസ് ഇയർ 2022-23 എത്രയാണ് അൺറിയലൈസ്ഡ് റെന്റ്? അൺറിയലൈസ്ഡ് റെന്റ് റിക്കവേർഡ് എത്രയാണുള്ളത്? 20,000 ഉണ്ടോ 10,000 ഉള്ളോ? സോ ആക്ച്വലി എന്താണ് 2018 ആ പീരീഡിൽ എത്രയായിരുന്നു? അൺറിയലൈസ്ഡ് റെന്റ് ആയിട്ട് നമുക്കൊരു 20,000 ഉണ്ടായിരുന്നു. പക്ഷേ റിക്കവർ ചെയ്ത എമൗണ്ട് എത്രയാണ്? 10,000 അല്ലേ? സോ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ് കണ്ടോ? അൺറിയലൈസ്ഡ് റെന്റ് എല്ലാം റിക്കവർ ചെയ്ത എമൗണ്ട് മാത്രം എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? ഏത് പ്രീവിയസ് ഇയറിലാണോ റിക്കവർ ചെയ്ത ആ പ്രീവിയസ് ഇയറിൽ അൺറിയലൈസ്ഡ് റെന്റും അരിയേഴ്സ് റെന്റും കൂടെ ആഡ് ചെയ്ത് ടാക്സ് ചെയ്തോ. പക്ഷെ എന്താണ്? ഓണർ അല്ലെങ്കിൽ പോലും പക്ഷെ എന്ത് കൊടുക്കും? ഒരു ഫ്ലാറ്റ് 30% ഡിഡക്ഷൻ കൊടുക്കും. സോ അൺറിയലൈസ്ഡ് റെന്റ് റിക്കവേർഡ് എത്രയാണ്? 20 ആണോ 10 ആണോ? 20 ആണോ 10 ആണോ? 10,000 അല്ലെ? സോ അൺറിയലൈസ്ഡ് റെന്റ് റിക്കവേർഡ് 10,000. ദെൻ അരിയേഴ്സ് ഓഫ് റെന്റ്. അരിയേഴ്സ് ഓഫ് റെന്റ്. സോ റെന്റ് അയാൾ കൂട്ടിയായിരുന്നു, അയാൾ ഡിസ്പ്യൂട്ട് നടന്നു. സോ നമ്മുടെ പ്രീവിയസ് ഇയറിലാണ് അതിന്റെ ഫൈനൽ ഒരു ഡിസിഷൻ വന്ന് എത്ര കൊടുക്കാനാണ്? മാറ്റർ വാസ് ഫൈനലി സെറ്റിൽഡ് ആൻഡ് മിസ്റ്റർ എ റിസീവ്ഡ് rupees 69,000. സോ അരിയേഴ്സ് ഓഫ് റെന്റ് എത്ര കിട്ടി? നമ്മുടെ പ്രീവിയസ് ഇയറിൽ 69,000. സോ ദാറ്റ് മീൻസ് ഉണ്ടോ ഇതിനകത്ത് ഇതിനെ പിന്നെ രണ്ടിനെയും ബൈഫർക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ സെക്ഷൻ തന്നെ സെക്ഷൻ 25 ക്യാപിറ്റൽ എ പ്രകാരം എന്താണ്? അൺറിയലൈസ്ഡ് റെന്റ് ഓർ അരിയേഴ്സ് ഓഫ് അരിയേഴ്സ് ഓഫ് റെന്റ് രണ്ടും കൂടെ കിട്ടുന്നത് ഏത് പ്രീവിയസ് ഇയറിലാണോ ജസ്റ്റ് സം ചെയ്യാൻ നമുക്ക് എത്ര കിട്ടി? 79,000 കിട്ടി. ദെൻ അതിനകത്ത് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഫ്ലാറ്റ് 30% ഡിഡക്ഷൻ കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും എന്ത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആസ് പെർ സെക്ഷൻ 25 ക്യാപിറ്റൽ എ. സോ ബാക്കിയുള്ള സെക്ഷനോട്ട് യാതൊരു ബന്ധവുമില്ല ഇതിന്. ബിക്കോസ് ഓൾറെഡി സെക്ഷൻ 22 അട്രാക്ട് ചെയ്യണമെങ്കിൽ എന്ത് വരണം? പ്രീവിയസ് ഇയറിൽ എന്ത് കിട്ടണം? റെന്റൽ കിട്ടണം, ആ ഓണർ ആയിട്ടുള്ള ഹൗസ് പ്രോപ്പർട്ടി. സോ അതിനെല്ലാം ഓൾറെഡി സെക്ഷൻ ആണ് എന്ത്? സെക്ഷൻ 25A. ഈവൻ ദോ അസസി ഈസ് നോട്ട് ദ ഓണർ, ബട്ട് നമ്മുടെ പ്രീവിയസ് ഇയറിൽ എന്താണ് മുമ്പുണ്ടായിരുന്ന വർഷങ്ങളിൽ നിന്ന് അൺറിയലൈസ്ഡ് റെന്റ് റിക്കവർ ചെയ്യുകയോ അല്ലെങ്കിൽ അരിയേഴ്സ് ഓഫ് റെന്റ് റിസീവ് ചെയ്യുകയോ ചെയ്താൽ എന്താണ്? രണ്ടും കൂടെ ആഡ് ചെയ്ത ടോട്ടൽ എമൗണ്ട് ഏത് പ്രീവിയസ് ഇയറിലാണോ കിട്ടിയത് ആ പ്രീവിയസ് ഇയറിൽ ടാക്സ് ചെയ്യും. ബട്ട് അങ്ങനെ ടാക്സ് ചെയ്യുമ്പോൾ എന്താണ്? ഒരു റിലീഫ് തരുന്ന എന്താണ്? ഡിഡക്ഷൻ. ഫ്ലാറ്റ് 30% ഡിഡക്ഷൻ കഴിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ടാക്സ് ചെയ്യുന്നത്. സോ ആ റിമൈനിങ് പോർഷൻ എന്ത് ചെയ്യും? ഇൻകം അണ്ടർ ദ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ.
computation of income from house property assessment year 23-24. Particulars amount in rupees. No. So നമ്മുടെ previous year 23-24 എന്തൊക്കെ കിട്ടുന്നുണ്ട്? Unrealized rent ഉണ്ട്. Unrealized rent എത്രയാണ്? ഒരു 10,000. സോ 20,000 ഉണ്ടായിരുന്നു പ്രീവിയസ് ആയിട്ട്. ആക്ച്വലി റിയലൈസ് ചെയ്ത് അല്ലെങ്കിൽ തിരിച്ചു കിട്ടിയത് എത്രയേ ഉള്ളൂ? 10,000 ഉള്ളൂ. ദെൻ arrears of rent എത്രയാണ് കിട്ടിയത്? 69,000 ആണ്. സോ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 79,000 ലെസ്. അതിനകത്ത് എന്ത് കുറയ്ക്കണം? ഡിഡക്ഷൻ at the rate 30% less deduction at the rate 30%. 79,000 into 30%. 23,700. So 23,700 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? ആൻസർ 55,300 ആയിരിക്കുന്നുണ്ട്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. Income from house property. Income from house property. Clear? So section 25 capital A. നമുക്ക് ഉണ്ടോ തോന്നേണ്ട തിയറി പോലെ അവർ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഇയർ? സോ ഏത് പ്രീവിയസ് ഇയർ നമ്മൾ വർക്കിംഗ് നോട്ടായിട്ട് എഴുതി കാണിക്കണം. ഏത് പ്രീവിയസ് ഇയർ? ദാറ്റ് മീൻസ് എന്താണ്? പ്രീവിയസ് ഇയർ 22-23 റിസീവ് ചെയ്യുന്നത്. റിസീവ് ചെയ്യുന്ന എമൗണ്ട് വിൽ ബി taxed in the year of receipt. Then എന്താണ്? ഒരു ഡിഡക്ഷൻ ഫ്ലാറ്റ് 30% ഡിഡക്ഷൻ കൊടുക്കുന്നു എന്നുള്ള എഴുതുക. Then ഈ ആൻസർ. പക്കാ തിയറി ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുക. 25 ക്യാപിറ്റൽ എ കംപ്ലീറ്റ് പറഞ്ഞിരിക്കുന്നുണ്ടോ? ഓണർഷിപ്പ് ഇല്ല എന്നുള്ളവരെ എടുത്ത് പറഞ്ഞിരിക്കുന്നു. സ്റ്റുഡൻസ് ഇവിടെ നോർമലി മിസ്റ്റേക്ക് ഒരു ഓണർ അല്ലാത്തത് കൊണ്ട്. സോ സെക്ഷൻ 22 ഒരു ഓണർ അല്ല, അതുകൊണ്ട് ടാക്സബിൾ അല്ല എന്നൊക്കെ നോട്ട് എഴുതി വെക്കാറുണ്ട്. സോ അതല്ല, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്താണ് സെക്ഷൻ? ഒരു പർട്ടിക്കുലർ സെക്ഷൻ തന്നെയുണ്ട്. സെക്ഷൻ 25 ക്യാപിറ്റൽ എ. അരിയേഴ്സ് ഓഫ് റെന്റോ അൺറിയലൈസ്ഡ് റെന്റോ റിക്കവർ ചെയ്താൽ റിക്കവർ ചെയ്യുന്ന പ്രീവിയസ് ഇയറിൽ ടാക്സ് ചെയ്യും അണ്ടർ ദ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി. മിസ് എ co-owns a residential house property in Calcutta along with sister Miss B, where the sister's family resides. Both of them have equal shares in the property. That means എന്താണ്? 50% അപർണയ്ക്കും 50% ഡിംപിളിനുമാണ്. ഈക്വൽ ഷെയർസ്. അത് വായിച്ച ഉടനെ നമുക്ക് എന്ത് മനസ്സിലാക്കണം? 50% ഈച്ച് അല്ലെങ്കിൽ 1/2 ഈച്ച്. ആൻഡ് ദ സെയിം ഈസ് യൂസ്ഡ് ബൈ ദംസെൽഫ് ഫോർ സെൽഫ് ഓക്യുപ്പേഷൻ. കോ-ഓണർഷിപ്പിന് സെൽഫ് ഓക്യുപ്പൈഡ് കണ്ടാൽ ഉടനെ തന്നെ നമുക്ക് ഓർത്ത് വരേണ്ട തിയറി എന്താണ്? ആകെ കൂടെ അവർക്ക് ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ടാക്സ് ബെനിഫിറ്റ് വരുന്ന എന്താണ്? ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. സോ ഇൻട്രസ്റ്റ്, ഹ്യൂജ് ഇൻട്രസ്റ്റ്. ദാറ്റ് മീൻസ് 2 lakhന് മുകളിലോട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ഡിവൈഡ് ചെയ്ത് 2 പേർക്കും 2 lakh വരെ എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് ബെനിഫിറ്റ് കിട്ടും. ആ കേസാണ് നോക്കേണ്ടത്. ഇൻട്രസ്റ്റ് പേയബിൾ ഇൻ റെസ്പെക്ട് ഓഫ് ലോൺ of rupees 50 lakh at 10% taken on 1/4/2021 for acquisition of such property. In addition, Miss Aparna owns a flat in Pune in which she and her parents reside. She has taken a loan of 3 lakh at 12% in 1/10/2021 for repairs. So ഒരു എക്സ്ട്രാ അഡ്ജസ്റ്റ്മെന്റ് കൂടെ ഒരു പ്രോബ്ലത്തിൽ കേട്ടിരിക്കും. നമ്മുടെ തിയറിയിലുള്ള ക്ലാരിറ്റി അറിയാനായിട്ടാണ്. Compute the deduction which would be available to Miss Avarna and Miss Dimple under section 24. സെക്ഷൻ ഉൾപ്പെടെ കോട്ട് ചെയ്താണ് ക്വസ്റ്റ്യൻ വരെ ചോദിക്കുന്നത്. സെക്ഷൻ 24 ക്ലോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ലോൺ. സോ അപർണ ആൻഡ് ഡിംപിൾ. സോ ഇവിടെ ക്വസ്റ്റ്യൻ വായിക്കാം. നമുക്ക് എന്ത് മനസ്സിലായി? അപർണയ്ക്കും ഡിംപിളിനും കൂടെ ചേർന്നതാണ് ഓണർഷിപ്പിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. സോ അതിൽ 50% ആണ്. ദെൻ അപർണയ്ക്ക് മാത്രം എന്താണ്? രണ്ടാമതൊരു പ്രോപ്പർട്ടി ഇവിടെ ഉണ്ട്. സോ 2 പ്രോപ്പർട്ടി വരെ എന്താണ്? സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കാവുന്നത് അല്ലെ. സോ 2ൽ കൂടുതൽ ഉണ്ടെങ്കിൽ, ഒന്നുകൂടെ ഉണ്ടെങ്കിൽ സെനാരിയോ മാറിയേ. സോ ഫസ്റ്റ് നമ്മൾ എന്താണ്? 2 പേരുടെയും ഡിഡക്ഷൻ 24 ക്ലോസ് ബി പ്രകാരമുള്ള ഡിഡക്ഷൻ കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് ഡിംപിളിന്റെ ആണ്. നമുക്ക് അപർണയ്ക്ക് 2 പ്രോപ്പർട്ടി ഉണ്ട്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഡിംപിളിന്റെ കണ്ടുപിടിക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ്
deduction under section 24 clause B available to Miss Dimple. Assessment year 23-24. Okay. Particulars. Amount in rupees. Amount in rupees. So ഇതെല്ലാം ഡിംപിൾ അത് യൂസ് ചെയ്യുന്ന സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആയിട്ടായതുകൊണ്ട് സോ നമുക്കിവിടെ ആക്ച്വലി എന്താണ് അതൊന്നും ചോദിച്ചിട്ടില്ല, ഇൻട്രസ്റ്റ് ആണ് അല്ലെ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ അണ്ടർ സെക്ഷൻ 24 ക്ലോസ് ബി. ഓക്കെ, സോ ഗ്രോസ് ആനുവൽ വാല്യൂ അല്ലെങ്കിൽ നെറ്റ് ആനുവൽ വാല്യൂ ഇല്ലായിരിക്കും. സോ ഇൻട്രസ്റ്റ് മാത്രമാണ് വരുന്നത്, അത് ലോസ് ആയിരിക്കും. നമുക്ക് അത് ചോദിച്ചിട്ടില്ല, ഇൻട്രസ്റ്റ്. സോ ഇവിടെ ശ്രദ്ധിക്കുക, ലോൺ എടുത്ത എമൗണ്ട് എത്രയാണ്? 50 lakhs. എത്ര പെർസെന്റേജ് ആണ് ഇൻട്രസ്റ്റ്? സോ നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഇൻട്രസ്റ്റ് വരുന്നത് എത്രയാണ്? 50 lakhs ഇൻറ്റു 10%. എത്ര വരും? 50 lakh ഇൻറ്റു 10%. അതാണ് ടോട്ടൽ ഇൻട്രസ്റ്റ് അല്ലെ. സോ കംപ്ലീറ്റ് പ്രോപ്പർട്ടിക്ക് വേണ്ടി വരുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്? 5 lakh ആണ്. അതിലെ എത്ര വരെയാണ് ഡിംപിളിനുള്ളത്? പിന്നെ 1/2 അല്ലേ, 50% അല്ലേ. 50 lakh ആണ് ടോട്ടൽ ഇൻട്രസ്റ്റ് പേയബിൾ ഇൻ റെസ്പെക്ട് ഓഫ് ലോൺ ഈസ് 50 lakh. ലോൺ 50 lakh, അതിന് 10% ആണ് ടോട്ടൽ ഇൻട്രസ്റ്റ്. സോ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? രണ്ടുപേർക്കും. സോ നേരത്തെ മാത്രം ചോദിച്ച ഡൗട്ട് ഉള്ള ആൻസർ ആണ്. 4 lakh വരെ കിട്ടുമോ? സോ ഇവിടെ എത്ര ഉണ്ട്? 2,50,000 ഉണ്ട്, 2,50,000 ഉണ്ട് അല്ലെ. സോ 2,50,000 2,50,000 രണ്ടുപേർക്കും ആക്ച്വലി വരുന്നത് അവരുടെ ഡ്യൂ ആകുന്ന അല്ലെങ്കിൽ അവർ പേ ചെയ്യുന്നത്. സോ നമുക്ക് 2,50,000 വരെ കിട്ടുമോ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിക്ക് ആണെങ്കിൽ? 2,50,000 ഉണ്ട്, ബട്ട് റെസ്ട്രിക്റ്റഡ് ടു എത്രയാണ്? ബട്ട് റെസ്ട്രിക്റ്റഡ് ടു എത്ര വരെ റെസ്ട്രിക്റ്റഡ്? 2 lakh. സോ ഡിഡക്ഷൻ, ഡിംപിളിന് കിട്ടുന്ന ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 ക്ലോസ് ബി എത്രയാണ്? 2,50,000 വരെ കിട്ടൂല, നേരെ മറിച്ച് എത്ര വരെ കിട്ടും? 2,00,000 വരെ കിട്ടും. ക്ലിയർ ആണോ? ഇനി എന്താണ്? അപർണ അല്ലെ. സോ അപർണയ്ക്ക് ഈ പ്രോപ്പർട്ടി ഉണ്ട്. ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാതെ തന്നെ അറിയാം എത്ര കിട്ടും. അപർണയ്ക്ക് 250 ഉണ്ട് അപർണയ്ക്കും. അപർണയ്ക്ക് പക്ഷെ 2,00,000 വരെ കിട്ടുള്ളൂ. അത് കൂടാതെ അപർണയ്ക്ക് എന്തുകൂടെ ഉണ്ട്? In addition, Miss Aparna owns a flat in Pune in which she and her parents reside. That means adum endinanu use cheyyunnathu? Self occupied property aayittaanu use cheyyunnathu. She has taken a loan of 3 lakh at 12% on 1/10/2021 repairs of this flat. Okay, so namukku ini endana computation of deduction. Computation of deduction under section 24 clause B. 24 clause B available to Miss Abarna. Assessment year 23-24. Okay, so Abarnakku 2 house properties ഉണ്ട്. സോ അതിന്റെ രണ്ടിന്റെയും പുറത്തുള്ള ഇൻട്രസ്റ്റ് ആണ് നമുക്ക് 24 ബിലോ ഡിഡക്ഷൻ. ഓക്കെ, Calcutta. So first deduction under section 24B clause B in respect of property in Calcutta. സോ കൽക്കട്ടയിലുള്ള പ്രോപ്പർട്ടിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് എത്രയാണ് ലോൺ? 50 ലക്ഷം ലോൺ ഉണ്ടായിരുന്നു. അതിന്റെ 10%, അതിന്റെ 1/2. സോ ദാറ്റ് മീൻസ് എത്ര വരും? 2,50,000 ആണ്, ബട്ട് റെസ്ട്രിക്റ്റഡ് ടു. 2,50,000 എത്ര റെസ്ട്രിക്റ്റഡ് ഉണ്ട്? 2 lakh അല്ലേ. അടുത്ത എന്താണ്?
deduction under section 24B in respect of property എവിടെയാണുള്ളത് in addition number now Pune. So Pune. So ആ ലോൺ എടുത്തത് എന്തിനായിരുന്നു? പക്ഷേ കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ പർച്ചേസിനോ വേണ്ടിയിട്ടല്ല, എന്തിനു വേണ്ടിയിട്ടായിരുന്നു? റിപ്പയേഴ്സ്. ഓക്കെ, സോ റിപ്പയേഴ്സ്. സോ ദാറ്റ് മീൻസ് റിപ്പയേഴ്സിനാണെങ്കിൽ നമുക്ക് സെൽഫ് ഓക്യുപ്പൈഡ് ആണെങ്കിൽ എത്ര വരെ കിട്ടും? നമുക്ക് നോക്കാം. ആക്ച്വലി കണ്ടുപിടിക്കണം. ദെൻ മസ്റ്റ് ആയിട്ട് നോട്ട് നമുക്ക് പ്രൊവിഷൻസ് അല്ലെങ്കിൽ തിയറി ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് കാണിച്ചിട്ടേ നമുക്ക് എന്ത് എഴുതാനുള്ളതാണ്? പക്ക തിയറി പേപ്പർ. തിയറി ഇൻ ദ സെൻസ് എന്താണ്? നമുക്ക് ആ പ്രൊവിഷൻസ് അറിഞ്ഞാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. പ്രോബ്ലം ചെയ്ത് ഗ്രിപ്പ് ഉണ്ടായാലേ എക്സാക്ട്ലി പ്രൊവിഷൻ എന്താണ് മീൻ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. സോ അങ്ങനെയാണ് നമ്മുടെ ടാക്സിന്റെ പ്രൊവിഷൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എത്രയാണ്? ആക്ച്വലി 3 lakh rupees ഉണ്ട്, 12%. സോ എത്ര വന്നുണ്ട്? ഇൻട്രസ്റ്റ് 3 lakh into 12%. ഇവിടെ 1/2 വല്ലതും ഉണ്ടോ? ഇത് ആരുടെ കാരണം മാത്രമാണ് പറയുന്നത്? അപർണയ്ക്ക് മാത്രമുള്ളതാണ്. സോ 3 lakh into 12% ആക്ച്വലി എത്ര വരും? 36,000 വരും. ബട്ട് റെസ്ട്രിക്റ്റഡ് ടു ഈ 36,000. ഇതൊക്കെ എഴുതണം, എന്നാലേ നമുക്ക് ഫുൾ ക്രെഡിറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് അത് കൂടുതൽ വന്നാലും 2 lakh ഉള്ളൂ. ഒറ്റയടിക്ക് 2 lakh എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്രെഡിറ്റും കിട്ടൂല. സോ കണ്ടോ, റിപ്പയേഴ്സിനായതുകൊണ്ട് 36,000 വന്നിട്ടും എത്ര വരെയാണെന്ന് നമുക്കറിയാം? 30,000. സോ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 2,30,000 ടോട്ടൽ ഇൻട്രസ്റ്റ്. സോ ടോട്ടൽ ഇൻട്രസ്റ്റ് 2,30,000 വരെ കിട്ടുമോ റെസിഡൻഷ്യൽ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിക്ക്? ഉണ്ടോ? സോ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 ക്ലോസ് ബി restricted to 2 lakhs. So രണ്ടുപേർക്കും എത്ര വെച്ച് കിട്ടും? 2 lakhs വെച്ച്. സോ ക്ലിയർ അല്ലേ മാതുഷ? എത്ര ചോദിച്ച ഡൗട്ട് ക്ലിയർ അല്ലേ? ഇതൊരു പക്ക ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നതാണ്. എന്താ? കോ ഓണർഷിപ്പില് സെൽഫ് ഓക്യുപ്പൈഡ് ആണെങ്കിൽ മാത്രം. അതായത് കൂടുതൽ എന്താണ് ലോൺ ഉണ്ടെങ്കിൽ. സർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. അപ്പൊ ഈ കൽക്കട്ടയിലുള്ള ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റ് 2 lakh കുറവായിരുന്നെങ്കിൽ ഒബ്വിയസ്ലി പകുതിയെ കിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ ഇവിടെ ഇപ്പൊ ഇതേപോലെ ഇപ്പൊ 1,70,000 ജസ്റ്റ് ഞാൻ പറയണം. 1,70,000 ആണ്. ഈ 30 കൂടെ ചേർത്ത് ഇവിടെ 2 lakh കിട്ടും. ഇവിടെ 1 lakh മാത്രമേ കിട്ടുള്ളൂ. ഡിംപിളിന് 1 lakh മാത്രം. സോറി 1,70,000 ഇവിടെ 2 lakh വരെ കിട്ടാം. ഒബ്വിയസ്ലി നമുക്ക് എപ്പോഴും മാക്സിമം എന്നാണ് പറയുന്നത്. മാക്സിമം 2 lakh or 30,000. ആക്ച്വൽ എത്രയാണോ അതിനെ എക്സാക്ട്ലി 2 ഡിവൈഡ് ചെയ്യണം. സോ എക്സാക്ട്ലി 2 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 5 lakh ഉണ്ട്. 2.5 lakh ഈച്ച് വന്നു. പക്ഷെ എന്താണ്? സെൽഫ് ഓക്യുപ്പൈഡ് ആണ്. രണ്ടുപേർക്കും എത്ര റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്? 2 lakh വരെ റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. സോ ഇവിടെ കണ്ടോ, ഇവിടെ 2 ലക്ഷം കിട്ടിയതുകൊണ്ട് ഒബ്വിയസ്ലി ഇത് കണ്ടുപിടിച്ചില്ലെങ്കിൽ 2 ലക്ഷമാണെന്ന് പറഞ്ഞ് ഈ നോട്ട് എഴുതിയില്ല എങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കിട്ടില്ല, മാർക്ക് കിട്ടില്ല. ഇവിടെ 2,50,000 ആണ് റെസ്ട്രിക്റ്റഡ് ടു 2 lakh. ഇവിടെ 36,000 കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് റിപ്പയേഴ്സ് ആയതുകൊണ്ട് നമുക്ക് പ്രൊവിഷൻ അറിയാം. നമുക്ക് എന്താണ് തിയറി കറക്റ്റ് ആയിട്ട് അറിയാം 36. ബട്ട് എന്താണ്? റിപ്പയേഴ്സിന് വേണ്ടി ആയതുകൊണ്ട് റെസ്ട്രിക്റ്റഡ് ടു 30,000. ദെൻ ടോട്ടൽ എടുക്കുമ്പോൾ 2,30,000 ഉണ്ട്. പക്ഷേ എന്താണ്? സെൽഫ് ഓക്യുപ്പൈഡ് ആണെങ്കിൽ 2,30,000 വരെ കിട്ടൂല. എത്ര വരെ കിട്ടുള്ളൂ? 2 lakh വരെ കിട്ടുള്ളൂ. ക്ലിയർ ആണോ? മിസ്റ്റർ ആർ is a co-owner of a house property along with brother holding equal shares. That means 50% each. 50% each. പകുതി അല്ലെങ്കിൽ 1/2. Value of property 1,60,000. Fair rent 1,50,000. Standard rent 1,70,000. Rent received 15,000 per month. The loan for the construction of this property is jointly taken and the interest charged by the bank is 25,000. Out of which 21,000 has been paid. Okay. So interest accrue ചെയ്താൽ മതിയോ അല്ലെങ്കിൽ പേ ചെയ്യണോ? ഇതൊക്കെയാണ് സ്റ്റുഡൻസ് നോർമലി 21,000 പേ ചെയ്തുള്ളൂ, അതുകൊണ്ട് അത്രേ കിട്ടുള്ളൂ എന്നൊക്കെ എഴുതി വെക്കും. ആണോ? സോ മുനിസിപ്പൽ ടാക്സ് ആക്ച്വലി പെയ്ഡ് ആണ്. പക്ഷേ ഇൻട്രസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഡ്യൂ ആയാൽ മതി. ക്ലിയർ അല്ലേ? നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രൊവിഷൻസ്. സോ എന്നിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മൾ എന്താണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്, പർട്ടിക്കുലേഴ്സ്, ആൻസർ, ദെൻ താഴെ വേണ്ട ആവശ്യത്തിന് വർക്കിംഗ് നോട്ട്സ്. സോ 25,000 of which 21,000 has been paid. Interest on unpaid interest 450.
അത് വരുമോ? ഇൻട്രസ്റ്റ് ഓൺ അൺപെയ്ഡ് ഇൻട്രസ്റ്റ്, ദാറ്റ് മീൻസ് പീനൽ ഇൻട്രസ്റ്റ്. പീനൽ ഇൻട്രസ്റ്റ് വരുമോ ഇൻട്രസ്റ്റില്? ഇല്ല. So to repay this loan, Ram and his brother have taken a fresh loan and interest charged on this loan is 5,000. അത് എടുക്കാലോ. ഓൾറെഡി എടുത്ത ലോണ് ഹൗസ് പ്രോപ്പർട്ടിക്ക് വേണ്ടിയാണെങ്കിൽ അത് റീപേ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ലോണിന്റെ പുറത്തുള്ള ഇൻട്രസ്റ്റ് എന്താണ്? അലൗഡ് ആസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 ക്ലോസ് ബി. The municipal taxes of rupees 5,100 have been paid by that tenant. Okay, so municipal tax tenant ആണ് പേ ചെയ്തതെങ്കിൽ നമുക്ക് ഡിഡക്ഷൻ കിട്ടുമോ? സോ ഇവിടെ സ്റ്റുഡൻസ് നോർമലി ഒരു മിസ്റ്റേക്ക് വരുത്താറുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാലറിയുടെ കേസിൽ 16 ഡിഡക്ഷൻ പറയുമ്പോഴത്തേക്കും പ്രോപ്പർ ടാക്സ് ഓൺ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം പെർക്യൂസിറ്റിൽ ആഡ് ചെയ്തിട്ട് ഡിഡക്റ്റ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഇവിടെ പറയുന്നില്ല. പറയാത്ത പ്രൊവിഷൻസ് നിങ്ങളായിട്ട് ഇടരുത്. സോ ടെനന്റ് പേ ചെയ്യുവാണെങ്കിൽ അതൊരു ബെനിഫിറ്റ് അല്ലേ, അതുകൊണ്ട് കിടക്കട്ടെ, ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് 5,100 എന്ന് പറഞ്ഞ് കൊണ്ടുപോയി ആഡ് ചെയ്ത് വെക്കരുത്. സോ സെക്ഷൻ 23 എവിടെയെങ്കിലും പറയുന്നുണ്ടോ മുനിസിപ്പൽ ടാക്സ് പേ ചെയ്ത ടെനന്റ് ആണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ടോ? സോ പറയാത്ത പ്രൊവിഷൻ, സോ ഇൻഡയറക്റ്റ് ആയിട്ട് ബെനിഫിറ്റ് അല്ലേ, അതുകൊണ്ട് സാലറിയിൽ ഒരു ചെറിയ ഓർമ്മയുണ്ട്. അതുപോലെ ഇതുകൊണ്ട് 5,100 ആഡ് ചെയ്ത് വെക്കരുത്. ഓരോ പ്രൊവിഷനിലും എന്ത് പറയുന്നില്ല? മുനിസിപ്പൽ ടാക്സ് ആക്ച്വലി പെയ്ഡ്. ഓണർ ആണ് പേ ചെയ്തെങ്കിൽ കുറച്ചോ, ഓണർ അല്ല പേ ചെയ്തെങ്കിൽ കുറയ്ക്കണ്ട, പേ ചെയ്തിട്ടില്ലെങ്കിൽ കുറയ്ക്കണ്ട, ഡിവായ മാത്രം ആണെങ്കിലും കുറയ്ക്കണ്ട. സോ ദാറ്റ് മീൻസ് എന്ത് മാത്രമേ പറയുന്നുള്ളൂ? ഈ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ഓണർ then it should be reduced. അല്ലെങ്കിൽ എന്താണ്? മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തിരിക്കുന്നതിനെ നില്ലായിട്ട് എടുക്കുക. ക്ലിയർ ആണോ? അല്ലാണ്ട് 5,100 പ്ലസ് ചെയ്യരുത്. ഓക്കെ ആണോ? then എന്ത് കണ്ടുപിടിച്ചാൽ മതി? കമ്പ്യൂട്ട് ഇൻകം ചാർജബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്റ്റർ ആർ. ഓക്കെ, നോക്കണ്ടോ? നമ്മൾ പറഞ്ഞിരുന്നു കോ ഓണർഷിപ്പ് ആണെങ്കിൽ, ലെറ്റ് ഔട്ട് ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. എന്താണ്? ഒറ്റയടിക്ക് ഫുള്ള് കണ്ടുപിടിക്കുക. ദെൻ എന്താണ്? പോർഷൻ ഡിവൈഡ് ചെയ്താൽ മതി. അല്ലാണ്ട് സെൽഫ് ഓക്യുപ്പൈഡ് പോലെ നമ്മൾ എന്താണ് ഇത് ചെയ്യാൻ നിൽക്കരുത്, അല്ലെങ്കിൽ എന്താണ് ഏരിയ വൈസ് പോലെ ഡിവൈഡ് ചെയ്യാൻ നിൽക്കരുത്. സോ ഇവിടെ എന്താണ്? ഒറ്റയടിക്ക് ഓണർഷിപ്പ് ആണെങ്കിൽ എന്താണ്? കംപ്ലീറ്റ് ലെറ്റ് ഔട്ട് ആണ്. കംപ്ലീറ്റ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ ഇൻകം കണ്ടുപിടിക്കുക. അതിൽ 50% ആരുടെ? ആറിൻ്റെത്, 50% ബ്രദറിൻ്റെത്. ഓക്കെ അല്ലേ? ഓണർഷിപ്പിൽ നമ്മളൊരു തിയറി പറഞ്ഞിരുന്നു. ഓണർഷിപ്പ് ആണെങ്കിൽ തിയറി ആ പറഞ്ഞ പോയിന്റ് ആണ്. ഓക്കെ ആണോ? Computation of income from house property. Assessment year 23-24. Particulars, amount, particulars, amount. നോക്കാം. സോ എന്താണ്? നമ്മൾ ഫുൾ ഉണ്ടോ? സോ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഫുള്ളിൽ നമ്മൾ കണ്ടുപിടിക്കുന്നു. ദെൻ എന്താണ്? ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എന്താണ്? ഹൗസ് പ്രോപ്പർട്ടി ഇൻകം കണ്ടുപിടിച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് എളുപ്പം. ഓണർ ആണെങ്കിൽ സോ മുനിസിപ്പൽ വാല്യൂ എത്രയാണ്? 1,60,000. മുനിസിപ്പൽ വാല്യൂ 1,60,000. ഫെയർ റെന്റ് 1,50,000. സോ ഇതില് ഹയർ വിൽ ബി taken 1,60,000, then 1,60,000, then standard rent 1,70,000. so അതില് lower 1,60,000. നമുക്ക് എന്തെടുക്കാം? expected rent. then actual rent എത്രയുണ്ട്? 15,000 into 12. Ready? 1,80,000. correct അല്ലേ? So expected rent or actual rent. Actual rent higher ആണെങ്കിൽ ഒന്നും നോക്കാനില്ല. Actual rent will be the gross annual value will be actual rent. 1,80,000. 1,80,000. Clear? Less
മുനിസിപ്പൽ ടാക്സ് പെയ്ഡ്. ഓക്കെ, സോ ഇവിടെ എന്താണ് ബൈ ടെനന്റ് ആണ്. സോ എത്ര വരും? നിൽ, ഒന്നും തന്നെ വരില്ല. സോ ദാറ്റ് മീൻസ് 1,80,000 ആണ് എന്തായിട്ട് വരികയാണ് നെറ്റ് ആനുവൽ വാല്യൂ. നെറ്റ് ആനുവൽ വാല്യൂ. സോ നെറ്റ് ആനുവൽ വാല്യൂവിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ്? ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24. സോ ക്ലോസ് എ എന്താണ്? 30% into 1,80,000. Then clause B എന്താണ്? Clause B interest on loan. സോ എത്രയൊക്കെയാണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ വരുന്നത്? സോ ഇവിടെ ഒരു interest charged by bank is 25,000. Out of which 21,000 has been paid. Interest on unpaid interest 450. Then ഇത്രയാണ് ഒരു 5,000. ഫ്രഷ് ലോണിന്റെ പുറത്ത് 5,000 ഉണ്ട്. സോ 1,80,000 into 30% എത്ര വന്നു? 54,000. Then ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്രയായിരുന്നു? 25,000. 21 പേജ് ഉള്ളൂ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഡ്യൂ അയാൾ കിട്ടും. ദെൻ പീനൽ ഇൻട്രസ്റ്റ് എടുക്കുമോ? കിട്ടുമോ? അതെല്ലാം നോട്ടായിട്ട് എഴുതാം. പീനൽ ഇൻട്രസ്റ്റ് വിൽ നോട്ട് ബി അലൗഡ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഫ്രഷ് ലോൺ. ഫ്രഷ് ലോൺ, ഈ ലോൺ തിരിച്ചടയ്ക്കാനായിട്ട് ഫ്രഷ് ലോണിന്റെ പുറത്ത് കിട്ടിയ ഇൻട്രസ്റ്റ് 5,000 അലൗഡ് ആണ്. സോ എത്ര വരുന്നുണ്ട്? 30,000 വരുന്നുള്ളൂ. ദെൻ 30 + 54 എത്ര വരും? 84,000. സോ 84,000 വന്നു. എന്ത്? ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ അല്ലെ? ടോട്ടൽ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24. ഇതാണ് 1,80,000 നിന്ന് 84 കുറച്ചാൽ എത്ര വരും? 96,000 ആണ് എന്ത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. സോ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അല്ല ചോദിച്ചിരിക്കുന്നത്. രണ്ടുപേരുടെയും ഓണേഴ്സ് എത്രയാണ്? 50% അല്ലെ? സോ 96,000-നെ ആരാണ്? മിസ്റ്റർ രാമൻ, ദെൻ ബ്രദർ. സോ എത്രയാണ്? 50%. സോ രാമന്റെ എത്ര വരും? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. രാമനുള്ള ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്ര വരും? 48,000. സോ ബ്രദറിനെ ഇവിടെ ചോദിച്ചിട്ടില്ല. ബ്രദറിനും എത്ര വരും? 48,000. ക്ലിയർ ആണോ? സോ നമുക്കിനെ 2 തിയറി പ്ലസ് ഈ പറയുന്ന റിമൈനിങ് പ്രോബ്ലംസ് നമുക്ക് ആഫ്റ്റർനൂൺ സെഷൻ കൊണ്ട് ഫിനിഷ് ചെയ്യാം. സോ എന്താണ് നമ്മുടെ ഹൗസ് പ്രോപ്പർട്ടി തീരും. സോ നെക്സ്റ്റ് ഡേ നാളെ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്ന് ചെയ്ത പ്രോബ്ലത്തിലോ തിയറിയിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, സോ റിമൈനിങ് 2 തിയറി ആണുള്ളത്. കോമ്പോസിറ്റ് റെന്റിന്റെ ഒരു കേസ്, ദെൻ സെക്ഷൻസ് 27 ഡീംഡ് ഓണർഷിപ്പ് എന്ന് പറയുന്ന ഒരു പോർഷൻ കൂടാണുള്ളത്. ദെൻ ഈ പറയുന്ന പ്രോബ്ലംസ്, ദെൻ ഹൗസ് പ്രോപ്പർട്ടി അബ്രോഡ് ആണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ഒരു പ്രോബ്ലം കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഹൗസ് പ്രോപ്പർട്ടി അബ്രോഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ട്രീറ്റ്മെന്റ്, അതുകൂടെയാണ് നമുക്ക് തിയറി ആയിട്ടുള്ളത്. ദെൻ അതിന്റെ പ്രോബ്ലം. സോ നമുക്ക് ആഫ്റ്റർനൂൺ സെഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.